ഒരു പോലീസുകാരനാണ് ഇന്ന് നമ്മുടെ മുന്നിൽ എത്താൻ പോകുന്നത്. ശരിക്കും ഈ പോഡ്കാസ്റ്റില് ഒരു പോലീസുകാരൻ എത്താൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പോലീസുകാർക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കാറുണ്ട്. ഏത് സ്ഥലത്തും പോലീസുകാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു റെസ്പെക്റ്റും ചെറിയൊരു പേടി. കാരണം കാക്കി ഡ്രസ്സ് ഇട്ട് കാണുമ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉള്ളിൽ എപ്പോഴായാലും നല്ല കാര്യം ചെയ്താലും ആ കാക്കി ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് ചെറിയ ടെൻഷൻ കാണും. പക്ഷെ പുള്ളി അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി. ഈ സിനിമയിൽ അഭിനയിച്ച് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് സിനിമകളിൽ ചെയ്തു. ആൻഡ് ദെൻ ഇപ്പൊ ചെയ്ത ഒരു പടത്തില് പുള്ളി കാക്കി ഡ്രസ് ഇടാതെ നമ്മളെ പേടിപ്പിച്ച്. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അതായത് കാക്കി ഡ്രസ് ഇടാതെ ശരിക്കും സിനിമയിൽ അഭിനയിപ്പിച്ച് പേടിപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് ഹി ഈസ് നമ്മുടെ സ്വന്തം ചേട്ടനായിട്ടുള്ള ജിബിൻ ഗോപിനാഥ്. അടിപൊളിയാട്ടോ, അടിപൊളി, സൂപ്പർ, ഭയങ്കര സന്തോഷം. വിളിച്ച ഉടൻ ഓടിയെത്തി. എപ്പം വിളിച്ചാലും ഫോണിൽ സംസാരിച്ചാലും നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. ഫോൺ വെച്ചിട്ട് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഫോൺ എടുത്തിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് പുള്ളി ഭയങ്കര പറയാടാ നിനക്ക് ഞാൻ തരും, ഞാൻ വരും എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള മനുഷ്യൻ. ചേട്ടാ തകർത്തു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർത്തു. സന്തോഷം. നമ്മള് ഇത് ആഗ്രഹിച്ചിരുന്നു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സാധനം കിട്ടാൻ. ഇപ്പൊ അതുക്ക് മേലെ സാധനങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. അതുക്ക് മേലെയാണ് ഇപ്പം ചെയ്തു വെച്ചിരിക്കുന്നത്. പറയട്ടെ, എങ്ങനെയുണ്ട് ഇതുവരെയുള്ള യാത്ര? ഏതൊരു സിനിമ മോഹിനിയും പോലെ തന്നെയാണ്. ചാൻസ് ചോദിക്കുക, സിനിമയുടെ പുറകെ സഞ്ചരിക്കുക, നമ്മൾ അതിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളേ ഉള്ളൂ. നമ്മൾ മാക്സിമം നമ്മൾ എന്ത് കാര്യത്തിനെയും നമ്മൾ കൂടുതൽ എക്സാമ്പിളൊന്നും ഞാൻ പോകുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ പുറകെ നടക്കണം. അത് എന്ത് കാര്യത്തിലായാലും പുറകെ നടന്ന് നമ്മളെ നടക്കുന്നതിന് ഒരു വളരെ സത്യസന്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടുന്ന് റിയാക്ഷൻ തിരിച്ചുണ്ടാവും. ആ ഒരു റിയാക്ഷൻ സിനിമ എനിക്ക് ഇങ്ങോട്ട് തന്നതാണ്, ഇപ്പം തന്ന ഈ വേഷങ്ങളൊക്കെ. ഈ സിനിമയുടെ ഇടയിൽ പ്രണവ് മോഹൻലാലിന് ഒരു അത്യാവശ്യ ഘട്ടം വന്നപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചാൽ വന്നത് സിനിമയിൽ. അതെ, പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് കുറേ പിറകെ നടന്നിട്ട് ചേട്ടൻ ഹെൽപ്പ് ചെയ്തു. അത് ഭയങ്കര ഒരു കാര്യമാണ്. നമ്മളും പറഞ്ഞു ഒന്ന് പറ ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. നമ്മൾ തന്നെ മൈൻഡിൽ പറഞ്ഞു ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടു പോറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ്റെ ജീവിതത്തിൽ ചേട്ടൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ ചേട്ടൻ ഹെൽപ്പ് ചോദിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങോട്ട് ഹെൽപ്പ് ചോദിച്ചു പോയത് അതിന് ഭയങ്കര സക്സസ് ആയി മാറിയ ഒരു സ്റ്റോറി എന്തെങ്കിലും ഉണ്ട്? ഇഷ്ടം പോലെ കേട്ടോ. എനിക്ക് അങ്ങനെ ചോദിച്ചു പോയത് എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് സിനിമയുടെ കഥകൾ മാത്രമേ ഉള്ളൂ. സിനിമയുടെ എനിക്കൊരു നല്ല മറക്കാൻ പറ്റാത്ത ഒരു ഹെൽപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. കാര്യം ഇപ്പൊ ഞാനിപ്പം DSC പറയാത്തത് മതി നമുക്ക്. അല്ല, അത് അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളതല്ല. എനിക്ക് എന്നെ ഞാൻ എന്താണ് ഏതാണ് ഞാൻ എന്ത് ചെയ്യുമെന്നൊന്നും അറിയാതെ എന്നെ സഹായിച്ച ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ആദ്യം ഞാൻ സുനിൽ ഇബ്രാഹിം സാറിനാണ് അതിന് ആദ്യം ഞാനൊരു നന്ദി പറയുന്നത്. നന്ദിയല്ല, അദ്ദേഹത്തോടൊന്നും എനിക്ക് നന്ദി എന്നുള്ളൊരു വാക്കിലൊന്നും നിർത്താൻ പറ്റില്ല. അത് വേറൊരു സംഭവം. അതൊക്കെ ഞാനൊരു ഈ പറഞ്ഞ കമ്മീഷണർ ഓഫീസിൽ പോലീസുകാരനായിരിക്കുമ്പോൾ പുള്ളി ഒരു ആവശ്യമായിട്ട് അവിടെ വരികയും ഒരു ആഡിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ്. അപ്പോൾ അത് സഹായിക്കാൻ മീൻസ് എൻ്റെ ആഗ്രഹം ഒന്നും അറിയില്ല പുള്ളിക്ക്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആപ്ലിക്കേഷൻ പേപ്പറിഞ്ഞ് വാങ്ങിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ആഡൊക്കെ ചെയ്ത് നടന്നാൽ മതിയോ, സിനിമയൊക്കെ ചെയ്യണ്ടേ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ചെയ്യണം, അതാ സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി വൈ എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തപ്പോൾ ഓഡിഷൻ ഉണ്ട്, ജിബിൻ ചെയ്തു നോക്കൂ, നല്ല പരിപാടി, നിങ്ങൾ നല്ലൊരു ആക്ടറാണെന്ന് മീൻസ് എനിക്ക് മേയ്ക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നിയാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വേഷം തരാമെന്ന് പറഞ്ഞു. ഏത് വർഷമായിരുന്നു? 2010. സംഭവം നടക്കുന്നത് 2012-11 സമയത്താണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഈ സിനിമ നടക്കുന്നത് 2016. 4-5 വർഷത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പൊ അപ്പോഴും അദ്ദേഹം എന്നെ ഓർമ്മിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഓഡിഷൻ വന്നിട്ടുണ്ട്, ഓപ്പൺ ഓഡിഷനാണ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു. 3 റൗണ്ട് കഴിഞ്ഞിട്ടാണ് എന്നെയൊക്കെ അകത്താക്കിയത് തന്നെ. വെറുതെ ഒന്നും എടുത്തില്ല. അപ്പൊ എന്തായാലും അതിൽ വന്നു. ആദ്യമായിട്ട് വിശ്വസിച്ച് എനിക്ക് വലിയൊരു ക്യാരക്ടർ വന്നു. വൈ എന്ന് പറയുന്ന സിനിമയിൽ പുതുമുഖങ്ങളാണ് കംപ്ലീറ്റ്. അലൻ സിയറിയേട്ടൻ മാത്രമാണ് അതിന് മുമ്പേ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ പടത്തില് അങ്ങനെ ഒരു മനുഷ്യനെ എനിക്ക് വിശ്വസിച്ച് വേഷം തന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പടങ്ങൾ എന്ന് പറയുന്നത് ചാപ്റ്റേഴ്സ്, അരികിലൊരാൾ, ഇതൊക്കെയാണ്. നിവിൻ പോളിയും അജു വർഗീസ് ഇവരൊക്കെ അഭിനയിച്ച സിനിമകളൊക്കെ ഇതൊക്കെ. അപ്പം 3ാമതൊരു പുതുമുഖങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹം എന്നെ വിശ്വസിച്ചൊരു വേഷം തന്നു. നല്ലൊരു തല്ലിപ്പൊളി ഒരു ഓട്ടോ ഡ്രൈവറുടെ. അപ്പൊ എന്നാലും എന്റെ കാക്കിയിട്ട് നടന്ന എന്നിൽ ഒരു തല്ലിപ്പൊളി ഉണ്ടെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കിയത് അദ്ദേഹമാണെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ അതെനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ വാഴ എന്ന് പറയുന്ന സിനിമയിൽ വിപിൻ ദാസ് നമ്മുടെ സ്വന്തം ആളാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ
അണ്ണാ നല്ല പരിപാടി വരുമ്പോൾ വിളിക്കാണെന്ന് പറയും. ഞാൻ എപ്പോഴും ചോദിക്കുന്നത് പുള്ളിയോടൊക്കെ. അപ്പോൾ ഈ വാഴയിലും ആദ്യം ഈ പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾ പോസ്റ്റായി പോവും, കുറേ ദിവസം വന്ന് നിൽക്കേണ്ടി വരും. എനിക്ക് അതാണൊരു വിഷമം. നിങ്ങൾ ആ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല, താഴെ കൊടുക്കാനുള്ള ഡേറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ വേറെ 5 പൈസ അഭിനയിച്ചിട്ട് തിരിച്ചു വരുള്ളൂ. അത് തന്നെ ആ ഒരു ലെവലിലാണ്. അപ്പൊ പുള്ളി എനിക്ക് ഒരു ദിവസം പറഞ്ഞു, ഇല്ല ഒരു 4-5 സീനേ ഉണ്ടാവുള്ളൂ, പക്ഷെ നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സീനായിരിക്കും എന്ന് പറഞ്ഞ് വിപിൻ ദാസ് അദ്ദേഹം എന്നെ സഹായിച്ചു. പിന്നെ ജൂഡ് ആന്റണി ജോസഫ് സാർ, അത് ഞാൻ ബേസിൽ ജോസഫിന്റെ മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് ചിത്രീകരണം നമ്മുടെ മൈസൂർ ഭാഗത്താണ്. മറ്റേ അത് പൊളിക്കുന്നതും അടിയൊക്കെ. അപ്പൊ രാത്രികളിൽ എല്ലാ ദിവസവും രാത്രി ഷൂട്ട്. അപ്പൊ ഇദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടൻ അവിടെ പോവാൻ കാരണം അതാ പറഞ്ഞത്. അതിലോട്ട് വരുന്ന നമ്മുടെ അരുൺ അനിരുദ്ധൻ, അതിന്റെ റൈറ്റർ ഉണ്ട്, അറിയാലോ, അരുണിനെ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതെ, ആ പുള്ളിയാണ് എനിക്ക് ചെറിയ ഒരു പോലീസുകാരനും കൂടെ ആണല്ലോ എന്നുള്ളതിൽ എനിക്കൊരു ചെറിയ സംഭവം തന്നു. പക്ഷെ ചില പ്രോമിനന്റ് സീനുകളിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ബേസിൽ എന്നുള്ള വ്യക്തിയാണ് എന്നെ അതിൽ വെക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ജൂഡ് ആന്റണി ജോസഫിലേക്ക് എത്തുന്നത്. അപ്പൊ ആ നൈറ്റുകളിൽ സംസാരിക്കുമ്പം ഈ പടത്തിന്റെ ഡിസ്കഷൻ നടക്കുന്ന സമയമാണ്. ഞാൻ പറയും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആശാനെ നോക്കണം, എനിക്ക് പറ്റിയൊരു സാധനം ഉണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ 2018 വിളിക്കുന്നു. അപ്പൊ അതിൽ നല്ലൊരു ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റിൽ അഭിനയിക്കാൻ എനിക്കൊരു അവസരം കിട്ടുന്നു. അത് സിനിമാക്കാരിലെല്ലാം എത്തുന്നു. ഇതൊക്കെ ഭയങ്കര ഈ ഒരു കണക്ഷൻസ്, ഇവരെയൊക്കെ ജീവിതത്തിൽ പോലും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരാണ്, ആ കൂട്ടത്തിലുള്ളതാണ്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ അനുഭവങ്ങളാണ്, നമ്മളെ കൂടെ ചേർത്ത് പിടിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ ഇവരെയൊക്കെ ഏത് മൊമെന്റിലും നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നവരാ. ചാൻസ് ചോദിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നും തോന്നിയിട്ടില്ലേ? ഇപ്പൊ ഞാൻ മാഹി മച്ചാന്റെ അടുത്ത്, മച്ചാനാണെങ്കിൽ ഈ നമ്മുടെ ട്രിവാൻഡ്രത്ത് ലുലു മോളിന്റെ ഉദ്ഘാടനത്തിന് മച്ചാന്റെ ലൈഫിലെ വലിയൊരു ആഗ്രഹമായിരുന്നു യൂസുഫ് അലി സാറിനെ നേരിട്ട് കാണണമെന്ന്. അപ്പൊ മച്ചാൻ അവിടെ പോയത് ഒരു RJ ആയിട്ടാണ് പോയത്. അപ്പം ഞാൻ RJ ഒന്നുമില്ല. അപ്പൊ ഞാൻ മച്ചാന്റെ അടുത്ത് ചോദിച്ചാണ്, നിങ്ങളിങ്ങനെ ഈ ഒരു കമ്പനിയൊക്കെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് പോണ ഒരാളാണ്, മറ്റുള്ള ആൾക്കാർ നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഈ പബ്ലിക് ഫംഗ്ഷനിൽ പുള്ളിക്കാരൻ ഒരു മടിയും ഇല്ലാതെ ചോദിച്ച് ഞാൻ സാറിൻ്റെ കൂടെ ഒന്നൊരു സെൽഫി എടുത്തു വിട്ടെ. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പം മച്ചാൻ ഒരു മടിയില്ലാണ്ടാണ് ചോദിച്ചത്. അപ്പം അതുപോലെ മടി എന്തെങ്കിലും വിചാരിച്ച് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ലൈക്ക് ചോദിക്കണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നുള്ള ചൊല്ലുണ്ട്. നമ്മുടെ വിശപ്പ് പുറത്തറിയിച്ചാലേ നമുക്ക് ആഹാരം കിട്ടുള്ളൂ. എന്റെ വിശപ്പ് എന്ന് പറഞ്ഞത് സിനിമയാണ്. ആ വിശപ്പിനോട് ഞാൻ എത്രത്തോളം എനിക്ക് വിശപ്പ് കൂടുവോ അത്രത്തോളം എനിക്ക് അവിടുന്ന് ആഹാരം കിട്ടും. അതുകൊണ്ട് ആരോട് എന്താണ് ചോദിക്കുന്ന കാശല്ല. നമ്മുടെ സൈജു കുറുപ്പ് ബ്രോ പറഞ്ഞതുപോലെ ഞാൻ കടമല്ല ചോദിക്കുന്നത്, എനിക്കൊരു ജോലി തരുമെന്നാണ് ചോദിക്കുന്നത്. അതിലെന്താ തെറ്റ്? ഏറ്റവും നല്ല കാര്യമല്ലേ? നോർമലി ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ സാറിനെ പോലെ ഒരു പോലീസ് ആയിട്ടുള്ള ഒരാൾ ചോദിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഇതുണ്ടാന്നാണ് ഞാൻ ചോദിച്ചത്. പോലീസ് കുപ്പായം എന്നുള്ള ഒരു മനുഷ്യന്റെ ദേഹത്ത് തന്നെയല്ലേ കിടക്കുന്നത്. ഈ പോലീസുകാർ മനുഷ്യരല്ലാതെ ഒന്നുമല്ലല്ലോ. അവരാ യൂണിഫോം ഇട്ട് ആ ജോലിയിൽ നിൽക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ചില പരിമിതികളുണ്ട്, ചില അവർക്കായിട്ടുള്ള ചില കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ചില നിമിഷങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരൊരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുമെങ്കിലും ആത്യന്തികമായിട്ട് ഇതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ അവർക്ക് അങ്ങനെ നിന്നേ പറ്റുള്ളൂ. അത് തെറ്റൊന്നുമല്ല. പക്ഷെ അതിനകത്ത് സാധാ പാവങ്ങളായിട്ടുള്ള മനുഷ്യരാണ്, സീരിയസ്ലി. അപ്പൊ അവരും മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ ഒരു പോലീസ് ജോലി പിന്നെ ആഗ്രഹമുണ്ട്. എത്രയോ ഇപ്പൊ സിനിമയിൽ എത്രയോ പോലീസുകാരുണ്ട്, എഴുതാനായിട്ടായാലും ഡയറക്ഷനായിട്ടായാലും. ഇതൊക്കെ ഉള്ളിലെ ഒരു സാധാരണക്കാരനായ പാവപ്പെട്ട മനുഷ്യനാണ് അവിടെയൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ചാൻസ് ചോദിക്കാൻ ഒരു മടിയില്ല, ആരുടെ വേണോ ചോദിച്ചോളണം. ഞാൻ പറഞ്ഞേ മച്ചാൻ എന്താണ് വിചാരിച്ചത്? എനിക്ക് അദ്ദേഹം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ അടുത്ത് കാണണം, എന്നും സൂക്ഷിക്കാനായിട്ടൊരു ഫോട്ടോ വേണം. ഒരു മടിയില്ല, ചോദിച്ചുകൊണ്ട് പുള്ളിക്ക് കിട്ടിയില്ലേ. അല്ലാതെ ഇത് യൂസഫ് അലി സാറാണ്, ഇപ്പം ഞാൻ എങ്ങനെ ചോദിക്കും എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. ചോദിച്ചു, പുള്ളിക്ക് കിട്ടി. പക്ഷെ അവിടെ കുറച്ചുപേര് ചുറ്റും നിന്നവർ തന്നെ പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ ചോദിച്ചത്, മോശമല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ യൂസഫ് അലി സാർ എനിക്ക് ഫോട്ടോ തന്നു. പക്ഷെ കുറെ മീഡിയയിലുള്ള കുറച്ചുപേര് വന്നിട്ട് എൻ്റെ അടുത്ത് നീ അത് കാണിച്ച് വളരെ മോശമായിപ്പോയി, നിന്നെ പോലുള്ള ഒരാൾ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വേണോന്ന് തോന്നി നിങ്ങൾ ചോദിച്ചുകൊണ്ട് കിട്ടി. അല്ലെങ്കിൽ യൂസഫ് അലി സാർ വന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് മച്ചാനെ നമുക്കൊരു ഫോട്ടോ എടുത്താലോ ഒരിക്കലും ചോദിക്കില്ല. ഇത് അദ്ദേഹം തന്നെ ചോദിക്കണം. അദ്ദേഹം ചോദിച്ചു, കിട്ടി. അയാൾ വിന്നറാണ്. ഇതില് വേറെ കാര്യമുണ്ട്, ചോദിക്കാൻ വളരെ ആഗ്രഹത്തോടെ ഇരുന്നിട്ടാണ് ഇവരാരും ചോദിക്കാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ഒരു ഫോട്ടോയൊക്കെ ആരും ആഗ്രഹിക്കും, ഒരു മൊമെന്റ് പുള്ളിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അപ്പൊ അദ്ദേഹം ചോദിച്ചുകൊണ്ട് കിട്ടി, ബാക്കിയുള്ളവരെ കിട്ടിയില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളിലുള്ള ആ ഒരു സംഭവം മറയ്ക്കാൻ വേണ്ടിട്ട് പറയും, നീ എന്തിനാടാ കാണിച്ചത്, വളരെ മോശമായി പോയിട്ടോ, ചോദിച്ചോണ്ട് പുള്ളി തന്നു. പക്ഷെ ഈ പുള്ളിയാണ് ചോദിച്ചിരുന്നെങ്കിലും കിട്ടിയനെ.
ഈ പറയുന്ന ആൾ ചോദിച്ചാലും കിട്ടിയേനെ. പക്ഷെ പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് സമ്മതിക്കാത്ത ആ സാധനം നമ്മൾ ആദ്യം വലിച്ചെറിയുക എന്നുള്ളത്. അത് തൂത്തെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്, ഈസിയാണ്, റൂട്ട് ക്ലിയർ ആണ്. അച്ഛനെ കൺഗ്രാറ്റ്സ്. ചേട്ടാ ഇങ്ങനെ ഇപ്പൊ എത്ര പേര് പെൻഡിങ് ഉണ്ട്? ചോദിച്ചവര് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിട്ട് എത്ര പേര് ഇപ്പം ജിബിൻ ചേട്ടന്റെ ഇതിൽ പെൻഡിങ് ആണ്? റെസ്പോണ്ട് ഒക്കെ ചെയ്യും എല്ലാവരും. സമയമാകുമ്പോൾ നമുക്ക് നല്ലൊരു പരിപാടി പിടിക്കാം എന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു DS ഇറേ എന്ന് പറയുന്ന പടം കുറച്ചുകൂടെ അവർക്ക് വിശ്വാസമാക്കി കൊടുത്തിട്ടുണ്ട്. പുള്ളി ധൈര്യമായിട്ട് വിളിക്കാം, പുള്ളി ചെയ്യും എന്നൊരു സാധനം എനിക്ക് തോന്നുന്നു സിനിമയിലുള്ള എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചേട്ടൻ ആ സിനിമയുടെ പേരൊന്നുകൂടെ പറയോ? DS ഇറേ. DS ഇറേ. DS ഇറേ. അങ്ങനെയാണ്. ലാറ്റിൻ വേർഡ്, ദ ഡേ ഓഫ് റാത്ത്. ഓക്കെ, അതാണ് എന്റെ മീനിങ്. പലരും ഇതിനെ പല പേരിലും വിളിക്കുന്നുണ്ട്. ദിയാസന, പിന്നെ എന്താ അങ്ങനെ എന്തൊക്കെയോ. ഇപ്പൊ എണീറ്റിരിക്കും. പാവ നമ്മുടെ സുഹൃത്താണ്, എന്റെ സുഹൃത്താണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവന്റെ ഭയങ്കര സുഹൃത്താണ്. അതാ പറഞ്ഞു, പലരും പറഞ്ഞു ദിയാസനയ്ക്ക് പോണോന്നൊക്കെ. അതെ. പിന്നെ ഈ വിശപ്പ് എപ്പോഴാ സ്റ്റാർട്ട് ചെയ്തത്? എത്ര വയസ്സിലാണ് ഈ അഭിനയത്തിനോടുള്ള വിശപ്പ് ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ആരാ ഈ വിശപ്പ് കൊണ്ടുവന്നത്? ആക്ച്വലി ഈ വിശപ്പ് ഫുഡ് വല്ല അടിച്ചു മാറ്റിയതുപോലെ ഇത് വരണമെങ്കിൽ ഒരു കാര്യം ഉണ്ടല്ലോ. എന്തെങ്കിലും കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെ? കുടുംബത്തിൽ എന്റെ അച്ഛൻ ഭയങ്കര ഒരു സിനിമ ഭയങ്കരമായിട്ട് സിനിമ പ്രേമിയാണ്. അച്ഛൻ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തില് മമ്മൂട്ടി സാറിന്റെയും ലാൽ സാറിന്റെയും ഇപ്പം സുരേഷ് ഗോപി സാറിന്റെയൊക്കെ പടങ്ങൾ തിയേറ്ററിൽ 8, 10, 12, 15 തവണ കണ്ട കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ തന്നെ പറഞ്ഞു. ഇത് മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും സിനിമയായിട്ട് ബന്ധമുണ്ടെങ്കിൽ അച്ഛൻ്റെ ഈ ഒരു കാഴ്ച മാത്രമാണ് ഉള്ളത്. പിന്നെ എനിക്ക് ചെറിയ പ്രായം മുതൽ അച്ഛൻ, എൻ്റെ നാട് കോലിയക്കോട, പോത്തങ്കോടിനും വെഞ്ഞാറമൂടിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം. അടുത്ത് പോത്തങ്കോട് 2 തിയേറ്റർ ഉണ്ട്. പക്ഷെ അവിടെ ആ കാലഘട്ടത്തിൽ ഇന്നിപ്പം 1990 ഇറങ്ങിയ പടം അവിടെ എത്തുമ്പോൾ 92 ആവും. വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളെങ്കിലും പടം അവിടെ സഞ്ചരിച്ചെത്താൻ 2 കൊല്ലം പിടിക്കുന്നു. അപ്പോ എൻ്റെ അച്ഛൻ മിക്കവാറും ഈ പറഞ്ഞതുപോലെ അച്ഛൻ തിയേറ്ററിലേക്ക് പോയി 3, 4, 5 തവണയൊക്കെ പുതിയ സിനിമകൾ കണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത തവണത്തെ 6ാമത്തെ കാഴ്ചയായിട്ട് മാസത്തിൽ ഒരു തവണ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ആയിട്ട് ഈ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, ഇതെല്ലാം കഴിഞ്ഞ് ഒരു സിനിമയും കഴിഞ്ഞ് രാത്രിയിലത്തെ ബസ്സിൽ തിരിച്ച് കോലിയക്കോട്ടേക്ക് പോകുന്ന ഒരു സിസ്റ്റം പണ്ട് മുതലേ അച്ഛനുണ്ടായിരുന്നു. അത് ഞങ്ങള് അങ്ങനെ തിയേറ്ററിൽ ഞാൻ ആദ്യകാലങ്ങളിൽ സിനിമ കണ്ടിരുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് ഈ TV നാട്ടില് വളരെ 1-2 വീടുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെയൊക്കെ ഈ പരമ്പുമായിട്ടൊക്കെ ഞങ്ങൾ പോകണം. ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് ഈ പുണ്യപുരാണ സീരിയലുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ആ നാട്ടിലെ കുറേ ആൾക്കാർ, നമ്മൾ ഈ നാട്ടുകൂട്ടം പോലെയാണ്, എല്ലാവരും വന്ന് നമ്മളവിടെ ഒരു സുകുമാരന്മാരുടെ വീടുണ്ട്. അപ്പൊ അവിടെ ഈ പരമ്പുമായിട്ടൊക്കെ പോയി ഈ കാഴ്ചകളൊക്കെ കണ്ട് രാത്രി 12 മണി വരെയൊക്കെ അവിടെ തന്നെ കിടക്കും. അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ്, ഒരു തരത്തിലൊരു ഗ്യാതറിങ്ങും കൂടെയാണ്. ഭയങ്കര രസകരമായ ഒരു അന്നത്തെ കാലഘട്ടത്തിൽ അത് പറ്റുള്ളൂ. ഇന്ന് ആ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. എല്ലാ വീടുകളിലും 4-5 TV ഉള്ള കാലഘട്ടമായി മാറിക്കഴിഞ്ഞിപ്പോ. ആ അവസ്ഥയിൽ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആണ് കണ്ടു തുടങ്ങുന്നത്. പിന്നെയാണ് നമ്മൾ കളർ TV കാണുന്നതും. അങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെയാണ് വരുന്നത്. അപ്പൊ ആ നിമിഷം നമ്മൾ ഈ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെയാണ്. അപ്പൊ അന്ന് ഈ ഒരു ചെറിയൊരു കുഞ്ഞു കുട്ടിയായുള്ള എനിക്കിത് ഇതിനോട് ഭയങ്കര കൗതുകമാണ്. ഇതിനകത്ത് അവർ കാണിക്കുന്നതെല്ലാം ഞാൻ ഉൾപ്പെടെ കണ്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷിക്കുന്നു. അവർ കരയുമ്പോൾ നമ്മൾ കരയുന്നു. അങ്ങനെയുള്ള ഒരു വികാരങ്ങളെല്ലാം ഇപ്പൊ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്ത് നിൽക്കുന്ന ആളുടെ അല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആവണം എന്നുള്ളതല്ല, അതിനോടൊരു പ്രത്യേക ഒരു കമ്പം അപ്പോഴേ കയറിയതാണ്. അങ്ങനെ എൻ്റെ 8ാം വയസ്സിൽ എൻ്റെ അച്ഛനൊരു നാട്ടിലൊരു സാധാ ഒരു കടയാണ്. അരിയും മുളകും മല്ലിയും പഞ്ചസാരയൊക്കെ ഉള്ളൊരു സാധാ ഒരു ചെറിയ കട. അച്ഛൻ വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ ഞങ്ങളുടെ സ്വന്തം കട തന്നെയാണ്. അപ്പൊ അങ്ങനെ കുറെ നന്നായിട്ട് കടം കൊടുക്കുന്ന നല്ലൊരു കടക്കാരനായി അച്ഛൻ. വലിയൊരു കടക്കാരനായിട്ട് മാറി എന്നുള്ളതാണ് സത്യം. അച്ഛന് ഈ കൊടുക്കാൻ അറിയോ, തിരിച്ചു വാങ്ങിക്കാൻ പറ്റാത്തൊരു പാവ മനുഷ്യനാണ്. അങ്ങനെ ഒരു കടക്കാരൻ എന്നുള്ള 2 രീതിയിലായി അച്ഛൻ. ഒരു കട നടത്തുന്നവനും വലിയ രീതിയിൽ കടവും കൂട്ടിയെടുത്ത രീതിയിലേക്ക് മാറി. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ വീട്ടില് അന്ന് 2 പത്രമുണ്ട്. ഈ 2 പത്രം ഞങ്ങളുടെ അല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണ്. അപ്പൊ ഞങ്ങളുടെ വീട് ഈ റോഡിനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് സൈക്കിളിൽ ഈ പത്രക്കാരൻ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് പോകും. എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമാണേ. അപ്പൊ ഇന്നത്തെ സിനിമ അല്ലെങ്കിൽ മറ്റേ സിനിമയുടെ പോസ്റ്ററുകൾ ഇതെല്ലാം എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സിനിമ ഏതാണോ അതിനങ്ങ് വെട്ടിയെടുക്കുക. ഇതിന്റെ പുറകിലുള്ള വാർത്ത എന്റെ വിഷയമേ അല്ല. അപ്പൊ ഈ വീട്ടില് പത്രം എത്തുമ്പോ പല പേജിലെയും പല വാർത്തകളും കാണില്ല. കാര്യം ഫ്രണ്ടിലെ സിനിമാ പോസ്റ്റർ ഞാൻ വെട്ടിയിട്ട് ബാക്കിലത്തെ വാർത്ത അവർക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോ വീട്ടിൽ പത്രം ഇടിക്കൽ അവർ നിർത്തി. അവരെ തെറ്റു പറയുന്നില്ല. കാര്യം അവർക്ക് പൈസ കൊടുത്ത് അവർ പത്രം വാങ്ങിക്കുന്നത് വായിക്കാനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ ഒരു തവണ ഇങ്ങനെ
ഈ സോഷ്യൽ മീഡിയ കാലഘട്ടമല്ലല്ലോ ഇത്. അപ്പം ഈ ഈ ഒരു ബാലതാരങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇതിൽ കണ്ടു. അപ്പം ആദ്യമായിട്ട് ഞാൻ അത് കണ്ടിട്ട് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു, എനിക്ക് ഇതാണ്ട് ഇതിൽ ഇങ്ങനെ ഒരു സിനിമയിൽ പിള്ളേരെ വേണമെന്ന് പറയുന്നുണ്ട്, കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പം അന്നത്തെ ഒരു ദിവസത്തെ കച്ചവടം അച്ഛൻ വേണ്ടാന്ന് നോക്കിയാണ്. അത് വേണ്ട, ഒരു തവണ പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. പോവാലോ എന്ന് പറയുമ്പോൾ അച്ഛൻ ആ കട അടച്ചിട്ടിട്ട് എന്റെ കൂടെ വന്നു. അവിടെയാണ് എന്റെ ആദ്യത്തെ കോൺഫിഡൻസ്. എന്റെ കൂടെ നിൽക്കാൻ എന്റെ വീട്ടുകാരുണ്ടായിരുന്നു എന്നുള്ള എന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് അവിടെയായിരുന്നു. ആദ്യത്തെ ഓഡിഷന് പോകുന്നു, ഒത്തിരി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളുണ്ട്. അപ്പൊ 2 മെയിൻ പിള്ളേരെ വേണമായിരുന്നു അതിനകത്ത്. അതില് ഒന്ന് ആയിട്ട് എന്നെ സെലക്ട് ചെയ്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഡിഷൻ നടത്തിയിട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഒരു മാസത്തെ ലീവ് എടുക്കണം സ്കൂളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അച്ഛൻ അന്നൊരു വാക്ക് എന്നോട് പറഞ്ഞായിരുന്നു, ഇത് നാട്ടിലാരുടെയും പറയണ്ട, നമ്മള് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ നാട്ടുകാരുടെ എല്ലാവരുടെയും പറഞ്ഞു. എന്നിട്ട് പക്ഷെ അവസാനം പടം നടന്നില്ല. പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിൽ എന്തോ വിഷയമായിട്ട് അത് ഏത് പടമായിരുന്നു ഓർമ്മ ഉണ്ട്? പടമേ നടന്നില്ല. അത് മെയിൻ ക്യാരക്ടേഴ്സ് എന്നുള്ളതല്ല, ഈ 2 പിള്ളേരെ വെച്ചിട്ടായിരുന്നു. മലയാളത്തിലെ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ആണ്, ഞാൻ പറയുന്നില്ല. ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തൊരു പ്രശസ്തനായ ഒരു സംവിധായകനായിരുന്നു. അന്ന് എന്നെ ഓഡിഷൻ നടത്തിയത്, അത് വേണമെങ്കിൽ പറയാം ആരൊക്കെയായിരുന്നു എന്നുള്ളത്. നമ്മുടെ വെള്ളി നക്ഷത്രവേ നിന്നെ നോക്കി പാട്ട് പാടിയ മരണപ്പെട്ട നമ്മളെ ഉദയഭാനു സാർ, അദ്ദേഹം, പിന്നെ മറ്റേ നമ്മുടെ ജോബിച്ചേട്ടൻ, നമ്മുടെ അദ്ദേഹം, ഇവരൊക്കെയാണ് എന്റെ ഓർമ്മയിൽ അവരൊക്കെ ഇരിക്കുന്നത്. എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ചതും ആ പാട്ട് ഒരു സീൻ തന്നിട്ട് അഭിനയിപ്പിച്ചു ആ ചെറിയ പ്രായത്തില്. ഇതൊക്കെ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷെ നാട്ടില് ഗോപീണന്റെ മോൻ എന്താ നടനായി. നാട്ടോടത്തരം ഞാൻ പറഞ്ഞല്ലോ, പടം നടന്നില്ലെങ്കിലും ചെറിയ പ്രായത്തിൽ തന്നെ ഞാനങ്ങ് നടനായി. അങ്ങനെ ഇങ്ങനെയാണ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യമായിട്ട് എന്റെ ഓർമ്മയിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഇറങ്ങുന്നത് എന്റെ 8ാമത്തെ വയസ്സിലാണ്. അപ്പൊ അതും കൂടെ ചേർത്തൊക്കെ പറയുകയാണെങ്കിൽ ഇന്നിപ്പോ 34 കൊല്ലമായി. അപ്പൊ അത് വെച്ച് നമുക്ക് വയസ്സ് കണക്കുണ്ട്. അതിനെന്താ 42 വയസ്സായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റില്ല. മച്ചാൻ, ഇപ്പം ചേട്ടൻ ഈ ഒരു കഥ പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് മറ്റേ 1983 മൂവിയിലെ നിവിൻ പോളിയാണ്. മോൻ എത്രയും സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടക്കണം. ഇപ്പം അത് ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഭയങ്കരമായിട്ട് കയറി വരുമ്പോൾ അതിന്റെ അടിയിൽ കമന്റ് നിങ്ങൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇതുപോലത്തെ അച്ഛന്മാരുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പ്രതിഭകളെന്ന് നമുക്ക് കാണാൻ പറ്റിയ പിള്ളേരെയാണ്. കാരണം അന്നത്തെ കാലത്തൊന്നും പിള്ളേരെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. കളിക്കാൻ വിടുമ്പോ അന്ന് വീട്ടിൽ കയറടാന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കയറ്റിക്കൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ ഇന്നത് മാറി എന്നുള്ള ഒരു സംഗതിയാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്, അച്ഛൻ ലാലേട്ടനെയും മമ്മൂക്കയും പറ്റി പറഞ്ഞ ആ ഒരു മൊമെന്റ് ഞാൻ ആലോചിച്ചപ്പോ, ഇപ്പോ ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച് ബൊമ്മയിലുണ്ട്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ 2 പടങ്ങള് ചെയ്ത് കഴിഞ്ഞു. ഒരെണ്ണം വമ്പൻ സാധനമാണ് വരാതിരിക്കുന്ന. എന്റെ അത് ഭയങ്കര ഒരു അതിനെ പറ്റി പറയാം നമുക്ക്. അതെല്ലാം കഴിഞ്ഞ് അപ്പൊ അച്ഛൻ ഇപ്പൊ എന്താണ് പറയുന്നത്? അച്ഛന് ഞാൻ ഈ ജൂനിയർ ആക്ടറായിട്ടൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ ഉണ്ട് എന്നുള്ളത് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അച്ഛൻ കാണാൻ പോയിട്ടുമുണ്ട്. പലപ്പോഴും അച്ഛൻ എന്നെ കാണാൻ പറ്റാതെ വന്നിട്ടുമുണ്ട്. കാര്യം ജൂനിയർ ആക്ടറായിട്ട് പോകുമ്പോൾ അറിയാമല്ലോ, കൂട്ടത്തിൽ നിൽക്കാൻ അതൊക്കെ ഭയങ്കര സന്തോഷത്തോടെ കണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ കണ്ടില്ലെങ്കിലും വന്നിട്ട് എടാ അത് കണ്ടില്ലല്ലോ എന്ന് പുള്ളി പറയില്ല. പക്ഷെ എന്നെ കാണാൻ കിട്ടിയാലോ എന്ന് കരുതി പോയിരുന്ന ഒരു പാവം മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഒത്തിരി പടങ്ങള് അച്ഛൻ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തതൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. എല്ലാ അച്ഛനും ഇഷ്ടമാണ്. ആരെങ്കിലുമൊക്കെ വന്ന് പറയും ആ മോനെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ അച്ഛന് കിട്ടുന്ന ഒരു പ്രൗഡ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ DSC ഇറങ്ങി ഒരു 5 ദിവസം, ഒരാഴ്ചക്കകത്ത് തന്നെ അച്ഛൻ്റെ ഒരു കോൾ വന്നു രാത്രി. എടാ മക്കളെ, ഞാൻ സിനിമ കണ്ടിരുന്നു. ഞാൻ പിന്നെ ഇപ്പം അച്ഛൻ വേറൊരു കടയിൽ, ഒരു വലിയ കടയിൽ അവിടുത്തെ മാനേജർ സംഭവമായിട്ട് നിൽക്കുക. മീൻസ് ആ കട നോക്കി നടത്തുന്ന അച്ഛനാ. മറ്റേ കടമൊക്കെ കയറി പോയി, ഒരിടത്തോടെ പോയി. ആ ഒരിടത്തോടെ വിറ്റു. അത് കുറച്ച് അത്യാവശ്യം സഹായ മനസ്ഥിതി കൂടി പോയിട്ട് അതൊക്കെ പോയി, കയ്യിൽ നിന്ന് പോയി. അത് തെറ്റൊന്നുമല്ല, കാര്യം ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ രാത്രി അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സിനിമ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ കൂടെ ഇപ്പൊ എവിടെ ഇറങ്ങിയാലും എല്ലാരും പറയുന്നുണ്ട് അണ്ണന്റെ മോൻ നല്ല രസമായിട്ട് ചെയ്തു, ആ പടത്തിൽ നിറഞ്ഞു നിപ്പുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കുന്നുണ്ടടാ. എല്ലാരും വന്ന് സംസാരിക്കുന്നു, പിന്നെ പരിചയമില്ലാത്തവരൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിത് കാണുന്നില്ല, ഞാൻ കൊച്ചിയിലാണ്, അച്ഛൻ്റെ കൂടെ നിന്നാണ് കണ്ട പടം കണ്ടിട്ട്. പക്ഷെ എനിക്ക് ആ മൊമെന്റ് എനിക്ക് അറിയാം, അച്ഛൻ എങ്ങനെയായിരിക്കും അത് എന്നോട് പറയണെന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ്. ഏത് അച്ഛൻ്റെ ഫേസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ആ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് അറിയാമായിരുന്നു. വളരെ വളരെ കാമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. പക്ഷെ
തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കി. അന്ന് അച്ഛൻ കടയടച്ചിട്ടിട്ട് എന്നെ അന്ന് കൊണ്ടുപോയി ആ ഒരു ആദ്യത്തെ ഓഡിഷന് കൊണ്ടുപോയതാണ് ആ മനുഷ്യൻ. അത് കഴിഞ്ഞിട്ട് ഇന്ന് എല്ലായിടവും ചർച്ച ചെയ്യുന്ന ഒരു സിനിമയിലെ പ്രധാന വേഷം ചെയ്തിട്ട് നിൽക്കുമ്പോൾ ആ അച്ഛന്റെ ഫീലിംഗ് പ്രൗഡ് എന്നതിനപ്പുറത്തേക്ക് എന്തോ എൻ്റെ ഉള്ളില് അന്ന് ആ കടയടച്ചിട്ടിട്ട് വന്ന ആ മനുഷ്യനാണ്, ആ നിന്ന മനുഷ്യനാണ്. അതേ മനുഷ്യൻ എന്നെ ഫോൺ ചെയ്ത് ഇത് പറയുമ്പോൾ ആ ഒരു അച്ഛന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. കുറെ നേരം ഞങ്ങൾ രണ്ടും സംസാരിക്കാതെ ഇങ്ങനെ നിന്നു. എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. ഞാനും ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല, അങ്ങോട്ടൊന്നും ഇങ്ങോട്ടും പറഞ്ഞില്ല. കുറെ നേരം കഴിഞ്ഞിട്ട് ഞാൻ വെക്കട്ടെ വെച്ചാന്ന് ചോദിച്ചു. ആ വെച്ചോ എന്ന് പറഞ്ഞു. അതൊക്കെ ആ മൊമെന്റ് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എന്റെ വീട്ടുകാർ തന്നെ. അമ്മയെക്കാളും കൂടുതൽ അച്ഛനോടാണോ ഈ അഫെക്ഷൻ കൂടുതൽ? അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അത് വേണ്ടട്ടാ, വേണ്ട. അല്ല, അമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇതിന്റെ ഇടയിൽ വന്നില്ല ഈ സിനിമ. അല്ല അത് വരാത്തതല്ല. അമ്മയ്ക്ക് ഒരിടത്തും ഒന്നിനും എതിർപ്പില്ല. അച്ഛൻ എപ്പോഴും പറയുന്നത് ഇവനെ തല്ലിപ്പൊളിയാക്കുന്നതിൽ പ്രധാന പങ്കുവച്ചിട്ടുള്ളത് അമ്മയാണെന്നാണ്. എല്ലാ കാര്യത്തിലും നീ അവനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതേപോലെ അമ്മ പറയും, അല്ലെ അച്ഛൻ എനിക്ക് തരാത്ത സപ്പോർട്ട് എന്താണെന്നാണ് അമ്മ വെക്കുന്നത്. എന്ത് കാര്യത്തിനാണ് തിരിച്ച് എന്നെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളത് ഒരു കാര്യത്തില്. അത് രണ്ടുപേരും പരസ്പരം നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ്. എൻ്റെ ഒരു അനിയനുണ്ട്, അവൻ ബാങ്ക് ഉദ്യോഗസ്ഥനൊക്കെയാണ് ഇപ്പം. പക്ഷെ ഈ പറഞ്ഞതുപോലെയാണ് ഇവരുടെ എല്ലാവരും എന്നെ ഇങ്ങനെ നമ്മള് ഫോഴ്സ്ഫുള്ളി അല്ലാതെ തന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു കാര്യം ഞാൻ കൂടുതലായിട്ട് അങ്ങോട്ട് പ്രഷർ ചെയ്ത് തന്നെ ചെയ്യിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം കിട്ടിയത് അവിടെയായിരുന്നു. എനിക്ക് ഈ ഒരു ബാക്ക് സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. പിന്നെ ഒരു ഏറ്റവും വഴിത്തിരിവുണ്ടായത് ഈ കൊറോണ ടൈമില് ആ ഒരു സാധനം. ഞാൻ ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പം മനസ്സിലായ ഒരു കാര്യമാണ്. ചേട്ടൻ്റെ വീഡിയോസ് ഒക്കെ നമുക്ക് വാട്സപ്പിൽ സ്പ്രെഡാണ്. കൊറോണ എങ്ങനെ സ്പ്രെഡ് ആവുന്നു, ചേട്ടൻ അതേപോലെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കൊറോണ, രണ്ടാമത് പ്രശ്നം ചേട്ടൻ. ഇതായിരുന്നു ശരിക്കും സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ചേട്ടൻ അതിലേക്ക് വിളിച്ചത് അരുൺ എന്ന് പറയുന്ന വ്യക്തിയാണ്, പോലീസിൽ വർക്ക് ചെയ്യുന്ന, സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അരുൺ ചേട്ടനെ വിളിക്കുന്നു, ചേട്ടൻ വീട്ടിലെ കയ്യിൽ കൊടുത്തിരിക്കുന്നു, അങ്ങ് പോകാൻ വേണ്ടി പറയുന്നു, പെട്ടെന്ന് വാന്ന് പറഞ്ഞ് ടാഗോർ തിയേറ്ററിൽ പോയി അഭിനയിക്കുന്നു. ശരിക്കും അപ്പൊ ആ ടൈമിൽ ഒരു മടി ഉണ്ടായിരുന്നു അല്ലെ പോകാൻ വേണ്ടിട്ട്? അങ്ങനെ അതൊന്നുമല്ല. എന്റെ വേറെ ഇട്ടോണ്ട് ഒന്നുമില്ല. വീട്ടില് എല്ലാം കംപ്ലീറ്റ് കഴുകി ഇട്ടിട്ട് നിൽക്കുന്ന സമയത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞടാ, ഞാൻ ഡ്രസ്സൊന്നുമില്ല, ഞാൻ ഒരു കയ്യിൽ കൊടുത്തു ടീഷർട്ടോണ് ആകെയുള്ളത്, അത് മതി നമുക്ക് അത് വെച്ച് ചെയ്യാം, പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ഇല്ലല്ലോ. നമുക്ക് അവിടെ വന്നിട്ടാണ് സ്ക്രിപ്റ്റ് വരെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. സംഭവം ഉണ്ടായിരുന്നു, ഒരു ഐഡിയ ഉണ്ടായിരുന്നുള്ളതല്ലാതെ. പിന്നെ ഈ ഒരു 2 മണിക്കൂറിനകത്ത് ഷൂട്ട് ചെയ്ത് വിട്ടത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഈ സാധനം എവിടെയൊക്കെ പോയി എന്നുള്ളത് ഇന്റർനാഷണൽ ലെവലിൽ ഈ സാധനം കടന്നു പോയി, നമ്മളെ കയ്യിലേ പോയി. എല്ലാരും പറഞ്ഞു, നമ്മളെല്ലാവരും ഈ കൊറോണ എല്ലാവർക്കും പണി തന്നപ്പോ കൊറോണ വിറ്റ് ജീവിച്ചത് ഞാനാണെന്ന് പറഞ്ഞ് അന്ന് എല്ലാരും പറയണ്ടായിരുന്നു. എന്നാലും നീ കൊറോണ വിറ്റല്ലോടാ. അത് മീൻസ് എല്ലാവരും ഈ സാധനം എത്തി, നമ്മള് അത്രമാത്രം കണക്ട്. അതാണ് ഈ ഭീതി വേണ്ട, നമ്മള് ജാഗ്രത മതി എന്നുള്ളൊരു ഇത് കൊടുക്കാനായിട്ട് ചെയ്തൊരു സംഭവമാണെങ്കിലും അത് വേറെ ലെവലിലേക്ക് കയറി. കൊറോണ വന്നോ? 4 തവണ ഓരോ വകഭേദവും കിട്ടി. ഒട്ടും കുറച്ചില്ല. എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് പണി കൊടുത്തത് കൊണ്ട് തിരിച്ച് എനിക്കിട്ടുള്ള ഒറ്റ എനിക്ക് വന്നിട്ടില്ല. അരുൺ നല്ലൊരു, ശരിക്കും അരുൺ അത്രയും തിക്കായിട്ടുള്ള ഫ്രണ്ട് ചേട്ടനെ വിശ്വസിച്ച് ചേട്ടനെ വിളിക്കുന്നു. അവിടെ ശരിക്കും അരുണിന് എന്തിനാണ് കൂടുതൽ കഴിവ്? ആ ഒരു ഫ്രണ്ടിന് എന്തിനാണ്? അയ്യോ, അവനെ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു സുഹൃത്താണ്. കാര്യം നന്നായിട്ട് സിനിമയെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹം കൂടുതലുണ്ട്. എനിക്ക് പോലീസിൽ വന്നിട്ട് സിനിമ, അവൻ നല്ലൊരു കിടിലൻ ഡയറക്ടറാട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അവൻ ഭയങ്കര കിടിലൻ കണ്ടന്റ് ഉണ്ടാക്കുന്ന, നല്ല രീതിയിൽ സിനിമ കാണുന്ന, നല്ല രീതിയിൽ സിനിമ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എനിക്ക് ഉറപ്പാണ് അവനൊരു പടം ചെയ്യും. ഇവിടെ പടം ചെയ്യും അവൻ 100%. അതിനുള്ള കഴിവ് അവനുണ്ട്. അവൻ ആരെ മറിച്ചിട്ടായാലും ഒരു പടം പിടിക്കും 100%. അവന് എൻ്റെ ഒരു ആ ഒരു ത്വര കണ്ടിട്ടാണ് അവൻ വിളിച്ചത്. കാരണം അളിയ ഒരു പരിപാടി ചെയ്താലോ എന്ന് പറഞ്ഞാൽ അന്ന് വിളിക്കുന്നത്. അവന് വേറെ ആരും വേണം വിളിക്കാം, വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല. അത് നമ്മുടെ മനോജ് പ്രാ സാറാണ് ഇതിന്റെ ആള്. ഈ സോഷ്യൽ മീഡിയസിൽ അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അപ്പൊ അവിടെ ഈ ആളുകൾക്ക് അവയർനെസ് വീഡിയോസ് ചെയ്തു കൊടുക്കുക, അതിലൂടെ ആളുകൾക്ക് പോലീസിനോടൊരു അടുപ്പം ഉണ്ടാവുക. ഈ ജനമൈത്രി പോലീസ് പോലെ തന്നെ ആളുകളിലേക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നൂതനമായ രീതി, സോഷ്യൽ മീഡിയ അതാണല്ലോ. അപ്പൊ അതിലൂടെ ആളുകളിലേക്ക് പോലീസിന്റെ നല്ല വശങ്ങൾ എത്തിക്കുക,
എന്ന് പറഞ്ഞാൽ പോലീസിൽ മോശം വശം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പോലീസിനെ ആളുകളുമായിട്ട് ഏറ്റവും ചേർത്ത് നിർത്താൻ വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയാണ്. കുട്ടൻപിള്ളയൊക്കെ അതിൽ കുട്ടൻപിള്ള അതിനകത്ത് വന്നതാണ്. കുട്ടൻപിള്ളയും ഞങ്ങള് വളരെ ഗംഭീരമായിട്ട് ചെയ്ത് ഞാൻ ഇതുപോലെ ആകാശഗംഗ വഴി കറങ്ങി ഒരു തവണ വന്നതാണ്. അത് ആഷിഖ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ അതിനെപ്പറ്റി ചോദിക്കട്ടെ എന്നെല്ലാം പറഞ്ഞു. അത് വേറൊന്നുമല്ല, വളരെ പോസിറ്റീവായിട്ട് ചെയ്തൊരു സംഭവമാണ്. അത് റോസ്റ്റ് ചെയ്താണ് ചേട്ടൻ. അത് തിരിച്ച് റോസ്റ്റ് ചെയ്താ. അന്ന് ഒരു റോസ്റ്റിങ്ങിന്റെ ഒരു സമയമായിരുന്നു. അപ്പൊ അപ്പോഴ് പോലീസ് റോസ്റ്റ് ചെയ്താൽ എന്താ എന്നൊരു ചിന്തയിലാണ് നമ്മൾ ചെയ്തത്. അത് ഐഡിയ പറഞ്ഞ അരുൺ തന്നെയാണ്. അത് നമ്മള് അവിടെ അരുണിന്റെ തന്നെ ഐഡിയ ആയിരുന്നു. ഇതിനാണ് ഇപ്പൊ മാർക്കറ്റ്, എന്താണോ മാർക്കറ്റ് നമ്മൾ അവിടെ പിടിക്കുന്നു. വീഡിയോ അതെ നല്ല രസമായിരുന്നു. യൂണിഫോം ഇട്ട് ആളുകളെ റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറൊരു ഒരു പരിപാടിയാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ നമ്മള് ഈ പറഞ്ഞ നമ്മളിപ്പോ ആരാണെന്നുള്ള മെൻഷൻ ചെയ്യുന്നില്ല, എന്നാലും നമ്മള് സോഷ്യൽ മീഡിയയില് നമ്മുടെ മാന്ത്രിക പുള്ളിയുടെ മുഖം കാണിക്കില്ല വീഡിയോയില്. ഓ അടിപൊളി, അർബൻ സ്പേസ് സ്പെഷ്യൽ ഐറ്റംസ് കഴിച്ചോളൂ. ഓക്കെ, നല്ല പൊളി ഐറ്റമാണല്ലോ. കഴിച്ചു. ഓ താങ്ക് യു. ഈ പോഡ്കാസ്റ്റ് പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റ് ആണ്. അപ്പോ മച്ചാൻസ് പോഡ്കാസ്റ്റ്. അപ്പൊ ഈ പോഡ്കാസ്റ്റിന്റെ പ്രത്യേകതയാണ് മറ്റൊരു ഇടത്തും കിട്ടാത്ത പ്രത്യേകത, ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഫുഡ് കൊടുത്ത് നമ്മൾ സത്യം പറയിപ്പിക്കും. അത് നമ്മുടെ ടാറ്റിക്സ് ആണ്. വളരെ മോശം തീരുമാനമാണത് കേട്ടോ. പലതും പറഞ്ഞു പോകും. അപ്പൊ എയർലാഗ് അല്ല അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്, സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് പോകുമ്പോൾ പ്രകോപനപരമായ കമന്റുകൾ വന്നേക്കാം ലൈവ് പോകുമ്പോൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതൊരു പൊതു ഇടമാണെന്നും ഒരു പ്രൈവറ്റ് സ്പേസ് അല്ലാന്ന് മനസ്സിലാക്കി കമന്റ് ഇടുന്നയാളും അതേ രീതിയിലാണ് റിപ്ലൈ കൊടുക്കുന്നതെങ്കിൽ അതും രണ്ടും മോശമാണ്, രണ്ടും ശിക്ഷാർഹമാണ് എന്നുള്ള സാധനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളിവിടെ ഈ കണ്ടന്റിനായിട്ട് എടുത്ത ആള് ഓൾറെഡി ഈ സൈബർ സ്പേസിൽ അത്യാവശ്യം നെഗറ്റിവിറ്റി ഉണ്ട്, നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം, ഈ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എടുത്ത് ഇത് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ പറഞ്ഞു ഈ സംഭവം അദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ വീണ്ടും സൈബർ ഇടത്തിൽ ബുള്ളിങ്ങിന് വേണ്ടി ഇട്ട് കൊടുത്താണെന്നുള്ള തോട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദിവസം ഇങ്ങനെ പൊങ്ങി വന്നു. ഇതിനെ പിന്നെ ഏറ്റുപിടിക്കാനേ ആളുള്ളായിരുന്നു. ഫ്രണ്ട് ഫേസ് ഞാനാണല്ലോ, എങ്ങനെ നോക്കിയാലും ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത്, പിന്നെ എന്നെ റോസ്റ്റ് ചെയ്യലല്ലായിരുന്നു, എന്നെ ഇങ്ങനെ നിർത്തി മറ്റേ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തിരുന്നേ കുഴപ്പമില്ല, കുറച്ച് ഗ്രേവി എങ്കിലും ഉണ്ടാവില്ല. ഇതില്ല, ചുമ്മാ നിർത്തി കമ്പി കുരുത്ത് കത്തിക്കണം അതേ പരിപാടി. അയ്യോ കംപ്ലീറ്റ് എനിക്കറിയില്ല അത് ഏത് വഴിയാ ഞാൻ പോയതെന്ന്. അന്ന് കമന്റ് ഒക്കെ വായിക്കുമായിരുന്നു. എന്നിട്ട് അല്ല ആദ്യം വായിക്കുമായിരുന്നു, പിന്നെ മനസ്സിലായല്ല, പിന്നെ വായിക്കുന്ന എന്താണെന്നുള്ള മനസ്സിലാവാതെ ആ ലെവലിലേക്ക് കഥകൾ അങ്ങ് പോയി. ഇന്റർനാഷണൽ ലെവലിലൊക്കെ എന്നെ തിരിച്ച് ചേട്ടൻ പറഞ്ഞ ശരിയാണ്. ഒരു മെസ്സേജ് ആണ് കൊടുക്കാൻ നോക്കിയത് പോലെയാണ് തോന്നിയത്. അതായത് ഇതൊരു പ്രൈവറ്റ് സ്പേസ് അല്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുത്ത് നിർത്തി. അതെ, അതാണ് പിന്നെ പക്ഷെ പിന്നെ ഈ തിരിച്ച് കമന്റിടവന്മാർക്ക് ഇത് പ്രൈവറ്റ് ആണോ മറ്റേ പേഴ്സണൽ ആണോ ഇതൊന്നുമില്ലല്ലോ, എന്നെ അങ്ങ് പറത്തി വിട്ടില്ലേ. പക്ഷേ ഇതില് കൂടുതലും കുഞ്ഞു പിള്ളേരായിരിക്കും കമന്റ് ഇടുന്നത്. ഇത് ചെറിയ പിള്ളേർക്കാണ് ഈ നമുക്ക് ഈ ഫാൻ ഒരു സംഭവം പിടിച്ചു കഴിഞ്ഞാൽ അവരെന്തും പറയും, ആരെയും പറയും. നമുക്ക് പിന്നെ അവരെ ഈ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൂ. മനസ്സിലാക്കിയില്ലെങ്കിൽ ഇല്ല എന്നുള്ളത്. കാരണം നമ്മളിപ്പം ഒരാള് നെഗറ്റീവ് കമന്റ് ചെയ്ത് നിങ്ങളടുത്ത് വന്ന് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആ ഒരു സൈബർ സെല്ലിൽ വന്ന് കംപ്ലൈന്റ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റും. ഏത് കംപ്ലൈന്റ് പേപ്പറാണോ? ആ കംപ്ലൈന്റ് നെഗറ്റീവ് കമന്റ് നമുക്ക് തൂക്കാൻ പറ്റും ഉടൻ തന്നെ. അതിനൊക്കെയുള്ള സിസ്റ്റം ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് അത്യാവശ്യമാണ് അതിന് അമ്മാതിരി പൊക്കേണ്ട ഒരുത്തരാണെങ്കിൽ നമ്മൾ പൊക്കിയിരിക്കും. ഈവൻ എത്ര ഫേക്ക് ഐഡി ആണെന്നുണ്ടെങ്കിലും പൊക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതൊന്നും വിഷയമുള്ള ദിവസമല്ല. അമ്മാതിരി നമ്മുടെ ടെക്നോളജി ഒക്കെ പോലീസിന്റെ നമുക്ക് ജിമെയിൽ തുടങ്ങാനേ പഴയതുപോലെ ഫോൺ നമ്പർ പറ്റൂല. അതെ തുടങ്ങാൻ പറ്റും, ഈസി ആയിട്ട് ഇപ്പൊ പറ്റും. അത് തന്നെ, അത് എവിടെന്ന് എങ്ങനെ എന്ത് നമ്പറിൽ നിന്ന് ആയാലും നമ്മളെ അതൊക്കെ പൊക്കാനുള്ള സിസ്റ്റം കേരള പോലീസിന്റെ കയ്യിലുണ്ട്. ഈ കമന്റ് ചെയ്യുന്ന ഒരു ഭയങ്കര തന്റേടികളാണെന്ന് പറയുന്നതാണ്. ഇവരവിടെ വരുമ്പോ എങ്ങനെയാണ് അവർ ആക്ച്വലി അവര് മുന്നിൽ വരുമ്പോ കാണാമറയത്തിരുന്നാണല്ലോ ചെയ്യുന്നത്. പോലീസ് പൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കാണാമറയത്തും അല്ല ഏത് മറയത്തും അല്ല, അവര് ആ ഒരു ഗതികെട്ടൊരു ജീവിതമുണ്ട്, ആ ഒരു ലുക്ക് കാണണം. നമുക്ക് തന്നെ സങ്കടം, അയ്യോ ഇവനാണോ ഈ ഇത്രയും അവനേക്കാളും വലിയ കമന്റ് ഇട്ടേക്കുന്നത്. അത് വെയിറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. ഈ ചിലരുണ്ട് ഈ പോലീസിന്റെ കംപ്ലൈന്റ് സെല്ലൊക്കെ ഇരിക്കുന്ന ഈ വനിതാ പോലീസുകാരൊക്കെ ഉണ്ട്, സ്ഥിരം വിളിച്ചിട്ട് ഇവരെ മോശം പറയണത് പോയിട്ട് അങ്ങനെയുള്ളവരും ഇവിടെ ഉണ്ട് എന്നുള്ള ആലോചിക്കുമ്പോഴാണ് നമ്മള് പല തവണ പിടിച്ചോണ്ടെന്നാലും അവന് ഇതാണ് ഒരു ഹരം. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്.
ചേടാ ഒരു പോലീസുകാരിയല്ലേ, അതൊരു ആ തിരിച്ചറിവെങ്കിലും വേണ്ടേ? ഇൻ കേസ് അങ്ങനെ ഒരു കേസ് വന്നാലേ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് ആയിരിക്കും, അത് പെട്ടെന്ന് ഊരി പോരാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ഊരിപ്പോരാനൊന്നും പറ്റില്ലല്ലോ. ഇല്ല. നമ്മള് സ്വാഭാവികമായിട്ടും മോശത്തരം കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഊരിപ്പോകാൻ പറ്റുക എന്നുള്ളതിനല്ല, കൃത്യമായിട്ട് ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്ന രീതിയിലേക്കുള്ള പരിപാടികൾ തന്നെ ചെയ്തു വെച്ചു കൊടുക്കും. ചേട്ടാ, DSRA എന്ന് പറയുന്ന മൂവി കണ്ടപ്പോൾ ശരിക്കും ചേട്ടനെ കണ്ടപ്പം സത്യം പറയാമല്ലോ ഒരു കോരിത്തെരുപ്പ് തന്നെയായിരുന്നു. ഈ ഒരു സിനിമ ശരിക്കും കൊണ്ടുപോകുന്ന ലെവൽ, ആ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കിടുക്കി കളഞ്ഞു നമ്മളെ തിയേറ്ററിൽ. സത്യം പറയാലോ ചേട്ടാ, ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരും. ചെറിയ BP ഒക്കെ ഉള്ള ആളാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, മൊബൈൽ ഓൺ ആക്കും, എന്നിട്ട് ഞാൻ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ വീണ്ടും നോക്കും. ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ ഓൺ ആക്കി ഇങ്ങനെ ജസ്റ്റ് ലൈറ്റ് നോക്കിയിട്ട് അങ്ങനത്തെ രീതിയിലാണ് പടം കൊണ്ടുപോകുന്നത്. ചേട്ടൻ ഒരു സീനൊക്കെ ഉണ്ട്, ചേട്ടൻ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു വീട്ടിൽ ഇരുന്നിട്ട്, ഞാൻ സിനിമയുടെ കഥയൊന്നും പറയുന്നില്ല, പക്ഷെ ആ ഒരു രംഗം, ചേട്ടനും ആ പ്രേതമായിട്ടുള്ള ഒരു രംഗമുണ്ട്, അത് വല്ലാത്ത അഭിനയമായി പോയി. ചേട്ടൻ്റെ ആ മുഖത്തിലെ എക്സ്പ്രഷൻ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു കളഞ്ഞു. ശരിക്കും ആ ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുമല്ല ഇട്ട് വരും, എന്താണ് ഇട്ടിരില്ല. അതാണ് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് അഭിനയിക്കാൻ ആളില്ല. നമുക്ക് കൊടുക്കുന്ന റിയാക്ഷൻ നമ്മൾ ഒറ്റയ്ക്ക് ഇടുന്നതാണെന്നുള്ളത് സംഭവം ആലോചിച്ച് നോക്കുക. ഒന്നുമില്ല, നമ്മൾ ഉള്ളിൽ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഓപ്പോസിറ്റ് ഇപ്പം മച്ചാൻ ഇരിക്കുന്നത് പോലെ രൂപമില്ലാത്തൊരു സാധനമുണ്ട്, ഞാൻ അതിൻ്റെ മുമ്പ് പെട്ടുപോയി. എന്ത് ചെയ്യും? ഇത് നമ്മുടെ ഉള്ളിൽ വരിക. ഈ ഉള്ളിൽ വന്നാൽ മാത്രമേ ഈ പറഞ്ഞ മച്ചാനുണ്ടായ ഫീല് തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. അത് ഒരുമാതിരി എനിക്ക് കഞ്ഞിയും ചമ്മന്തിയാ പപ്പടം എടുത്ത് കഴിച്ചപ്പോൾ ചേട്ടാ എന്ത് കൊതി തോന്നിയെന്നറിയാമോ? ആ കൊതി മൊമെന്റ് തന്നെ നശിപ്പിച്ച് കളയാന്നെല്ലാം പറയില്ല, പപ്പടമൊക്കെ പൊടിച്ച് അമ്മോ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ശരിക്കും ഈ ഡയറക്ടറിനെ പറ്റി പറയാം, രാഹുലിനെ പറ്റി പറയാം. ഞാൻ രാഹുലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്റർവ്യൂല്. ബ്രഹ്മയുഗ ഇറങ്ങിയ ടൈമിൽ, അതിന്റെ പോസ്റ്റർ ഇറങ്ങിയ ടൈമിലാണ് വിളിക്കുന്നത്. അപ്പൊ രാഹുലിന്റെ ഇരിക്കുന്ന കഥകൾ മൊത്തം ഏകദേശം 10ഓളം ഹൊറർ പടം ഉണ്ട് എന്നാണ് പറയുന്നത്. രാഹുൽ എന്തുകൊണ്ടായിരിക്കും ഈ ഹൊറർ പടത്തിനോട് ഇത്ര ക്യൂരിയോസിറ്റി? ചേട്ടൻ ചോദിച്ചായിരുന്നു എന്താ പുള്ളിക്ക് പ്രേതമായിട്ട് എന്തെങ്കിലും കണക്ഷൻ, അങ്ങനെ എന്തെങ്കിലും? അല്ല, പുള്ളി ഇപ്പൊ അറിയപ്പെടുന്ന രാഹുൽ ഹൊറർ സദാശിവൻ. പുള്ളിയായിട്ട് ചോദിച്ചിട്ടുണ്ടോ ചേട്ടൻ ക്യൂരിയോസിറ്റിയിൽ എന്താണ്? പുള്ളി ആക്ച്വലി സിനിമയൊക്കെ പഠിച്ച പുറത്താണ്, UK ആയിട്ടാണ് പഠിച്ചു വരുന്നത്. പുള്ളിയുടെ ആദ്യത്തെ പടം റെഡ് റെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പടമായിരുന്നു. അത് വലിയ വിജയമൊന്നും ആയില്ല. പുള്ളിയുടെ ചെറിയ പ്രായത്തിൽ പുള്ളി ചെയ്ത, എന്നിട്ട് പോലും അതിന്റെ കൺസെപ്റ്റ് ഭയങ്കര രസകരമായ സാധനമാണ്. ഗംഭീര ഒരു കൺസെപ്റ്റൊക്കെയാണ്. നമ്മൾ ആ സമയത്ത് ഈ സമയത്ത് പോലും ചിന്തിക്കാത്ത സാധനം അതിനകത്ത് ഉള്ളത്. അപ്പൊ പുള്ളിക്ക് ഇങ്ങനെയുള്ള തോട്ടുകൾ എന്ന് പറഞ്ഞാൽ, ഇത് വളരെ അദ്ദേഹം സിനിമയെ, ഹൊററിനെ ഒക്കെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പുള്ളിക്ക് ഹൊററിൽ തമാശയില്ല. നമുക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഹൊറർ കോമഡി ആയിട്ടൊക്കെ എടുക്കാം. നമ്മൾ ഇഷ്ടംപോലെ മലയാളത്തിൽ പടം വരുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഹൊറർ കൃത്യമായിട്ട് ഹൊറർ ആവാതിരുന്നാൽ ഹൊറർ കോമഡി ആവും, കോമഡി ഹൊററും ആവും. ഇതിന്റെ രണ്ടിനെയും പ്രശ്നം അതാണ്. കോമഡി വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് ഹൊററായിട്ട് മാറും. നമുക്ക് ഹൊറർ വർക്കായില്ലെങ്കിൽ അത് കോമഡി ആയിട്ട് മാറും. ഈ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ജോണറിനുള്ള പ്രശ്നം അതാ. ഇത് പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് സിനിമയെ ഭയങ്കര ഇതായിട്ടേ കാണുള്ളൂ. ഹൊററായിട്ട് തന്നെ ഫീൽ ചെയ്യണം. അതൊരു പ്രത്യേക ഫീലല്ലേ. പേടി എന്ന് പറയുന്നൊരു ഫീലല്ലേ. പേടിക്കുക എന്ന് പറഞ്ഞാൽ, പേടി നമുക്ക് ഓരോ സംഭവം കണ്ടിട്ട് പേടി തോന്നുന്നില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും പേടി തോന്നുന്നു, ഒരാൾക്ക് പേടി തോന്നില്ലെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഒന്നിനോട് പേടിയില്ലെങ്കിൽ എന്താ പ്രശ്നം? നമ്മുടെ മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. നമുക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മനസ്സിലായില്ലേ? അതാണ് പേടി വരേണ്ടത്. പേടി അത് കുഴപ്പമില്ല, ആവാം. അത് മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് പുള്ളി വളരെ സീരിയസ് ആയിട്ട് ഹൊററിനെ കാണും. ഇനിയുണ്ട് ഈ പറഞ്ഞില്ലേ, കോവിഡ് വന്നപ്പോ എല്ലാവരും വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളി ഏകദേശം 30ഓളം സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറഞ്ഞു. അപ്പൊ അത് എല്ലാ ഹൊറർ ഒരു ബന്ധവും ഇല്ല. എനിക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കാണുമല്ലോ. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന്. അപ്പൊ എന്തോ അത് പുള്ളിയുടെ ജീവിതത്തിൽ നിന്നല്ല, പുള്ളിക്ക് ചുറ്റുവട്ടത്തു നിന്നും പലർക്കും ഉണ്ടായ അനുഭവങ്ങൾ, ചില കാര്യങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് എന്തെന്ന് ചോദിക്കരുത്, അത് ഞാൻ പറഞ്ഞു തരില്ല. ചേട്ടൻ അറിയാം. പക്ഷെ അതിൽ 1-2 സംഭവങ്ങൾ ഒറിജിനലായിട്ട് ചിലർക്ക് ഫീൽ ആയതാണ്. ഇല്ല, ഇത് മറ്റേ നമ്മുടെ ദേവൻ സാറ് പറഞ്ഞല്ലോ, എനിക്കറിയാം പക്ഷെ ഞാൻ പറയൂല, അത്രയുള്ള കാര്യം. ഇല്ല, അത് പറയില്ല. ഇതിനകത്ത് എന്തായാലും നിങ്ങൾ പേടിച്ച 1-2 സംഭവങ്ങൾ എന്തായാലും ഒറിജിനലി 1-2 പേർക്ക് ഫീൽ ആയതിന്റെ പുറത്താണ് പുള്ളി അതിൽ നിന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലേ. അതിലൊരു പ്രശ്നം എന്ന് പറയാം. അത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർക്ക് ഇതൊരു വിശ്വാസമായിരിക്കാം, അത് മറ്റുള്ളവർക്ക് അത് ചിലപ്പം വെറും ബ്ലണ്ടർ ആയിരിക്കാം. ഒരാളിന്റെ വിശ്വാസം വേറെ ബ്ലണ്ടറായിട്ട് മാറുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ എടുത്തു പറയുന്നത് ശരിയല്ല. അത് വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവാം. അത്രേ ഉള്ളൂ അതിൽ കാര്യം. അപ്പം ഒരാൾ ഇത് ഇപ്പൊ ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും, ആ ഒരാൾക്ക് ഫീൽ ചെയ്ത ട്രൂ ഈവന്റ് മറ്റൊരാൾ പറയണം അത് അങ്ങനെയൊന്നും അല്ല, അത് വേറെയാണ്, അതിന്റെ കാര്യം വേറെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് ട്രൂ ഇവന്റ് അല്ല.
പക്ഷെ ഫീൽ ചെയ്തോന് അത് ട്രൂ ഇവന്റ് ആണ്. അതാണ് അതിലെ വ്യത്യാസം. ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് എനർജി വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ സിനിമ ഉണ്ടാക്കുമ്പോൾ നെഗറ്റീവ് എനർജി എന്ന് പറയാൻ ഇല്ല. ഒരു അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല. എല്ലാവരും വളരെ ചില്ലായിരുന്നു. അത് ഞാൻ ചോദിക്കാൻ വന്നതാണ്. കാരണമേ ഇപ്പൊ നമ്മള് ചില സീൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം അവിടെ വേറെ സംഗതികളൊന്നും ഇല്ല, ഒന്നും ഇല്ലാന്ന് നമുക്കറിയാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഇവിടെ എന്തൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പം ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞ് ഫ്രണ്ടിൽ ഒരാളുണ്ടെങ്കിലേ നമുക്കത് അഭിനയിക്കാൻ പറ്റുള്ളൂ. ആരും ഇല്ലാതെ അങ്ങനെ എന്തെങ്കിലും വന്ന രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടാ? ഇല്ല, അത് നമ്മള് സ്വയം തോന്നണം. അങ്ങനെ ഒരാളുണ്ട്, ഒരു സംഭവം ഉണ്ട്, സ്വയം തോന്നുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ അഭിനയിക്കാൻ തോന്നുന്നത്. സ്വാഭാവികമായിട്ട് ഇല്ലാത്തൊരു സാധനത്തിനെ നമ്മൾ ഉണ്ടെന്ന് സങ്കല്പിച്ച് ഇപ്പൊ ഞാൻ പറയാണ് മച്ചാൻ അവിടെ ഇല്ല, ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല തന്നെയാണ്. അപ്പൊ മച്ചാൻ സ്വയം ചിന്തിക്കും അപ്പൊ ഞാൻ ഇല്ലേ എന്ന് മച്ചാനും ചിന്തിക്കും. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് എനർജി ആയി. അപ്പൊ മച്ചാൻ തന്നെ ഇരിക്കും അപ്പൊ പിന്നെ ഞാൻ ഇരിക്കുന്ന ആരാ ഞാൻ എന്ന് മച്ചാൻ ചിന്തിക്കൂലേ? ഇത്രയുള്ള കാര്യം. ഈ ഇരിക്കുന്ന ഞാനല്ലേ യഥാർത്ഥ ഞാൻ. സലീംകുമാർ ചേട്ടൻ പറഞ്ഞതുപോലെ യഥാർത്ഥ ഞാൻ ഇതല്ല കേട്ടോ. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തന്നാ മതി, ഇല്ലെങ്കിൽ വേണ്ട. അല്ല പറഞ്ഞു. അതായത് ആ സ്ത്രീ എങ്ങനെയാണ് മരിക്കണത് എനിക്ക് മനസ്സിലായില്ല. ഏതാണ്? നമ്മുടെ സിനിമയില് എന്തോ പോലെ പനിയും കണ്ടോന്നല്ലേ മരിച്ചത്? പനി വന്ന് മരിച്ച ആളാണ് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കണത്. ശരിക്കും ഈ സിനിമയിലെ ആ ഒരു സീനിൽ കഴിഞ്ഞിട്ട് ഉപ്പ് വാരിയിടുന്ന ഒരു സീനുണ്ട്. ഉപ്പ്, അത് ആ നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടിയിട്ട് ഉപ്പ്, അങ്ങനെ ഉണ്ടോ സംഭവം? അതൊരു വിശ്വാസമാണ്. നമ്മള് പിള്ളേരൊക്കെ പനി വരിക അല്ലെങ്കിൽ ചെറിയ പേടിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മള് ഉഴിഞ്ഞിടലുണ്ട്. ഉഴിഞ്ഞിടലല്ലേ? ഉപ്പ്, മുളക്, കുരുമുളക് ഇതൊക്കെ ചേർത്ത് ഉഴിഞ്ഞ് പുറത്തേക്ക് എറിയും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതാ പറഞ്ഞത് വിശ്വാസത്തിന്റെ ഭാഗം. ഇതൊക്കെ ചിലർക്ക് അത് വിശ്വാസമാണ്, ചിലർക്ക് അത് അവിശ്വാസമാണ്. നമ്മള് എന്നിട്ട് അതിൽ തുപ്പിയിട്ട് അങ്ങനെ. അതെ. എനിക്കന്ന് മറ്റേ സീനിൽ തുപ്പാനുള്ള സമയം കിട്ടിയില്ല. കാര്യം ഞാൻ എന്റെ ജീവനും കൊണ്ടുപോകുന്ന സീനായിരുന്നു. തുപ്പാനൊന്നും സമയമില്ല, ദേഹത്തൊക്കെ എറിഞ്ഞ അങ്ങനെ ഒരു സാധനമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഉപ്പിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആ സീനിൽ അങ്ങനെ ഒരു ഉപ്പിന്റെ സാധനം വന്നത്. ചേട്ടൻ ഈ ഉപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ സിനിമ കണ്ടോണ്ടിരുന്ന എന്റെ ഒരു കൂട്ടുകാരൻ കൊച്ചുങ്ങളെ കൊണ്ടുപോകലെന്ന് മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പൊടിയനെ കൊണ്ടുപോയി, ഇത് റിയൽ ആയിട്ട് നടന്നതാണ്. സിനിമയുടെ ഇൻട്രോയിലായപ്പോ പൊടിയൻ ഇങ്ങനെ ഒരു സൈഡിൽ മാറിയിരിക്കുന്നുണ്ട്, സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അവനെ തൊട്ട് നോക്കിയവൻ മുള്ളി നിക്കറി കൂടെ, ശരിക്കും മുള്ളി. അവന്റെ ലിറ്ററലി അത് എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റോറിയാണ്. ഞാൻ അപ്പൊ ചോദിച്ചു എന്തിനടാ കൊച്ചിനെ കൊണ്ടുപോയെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പൊ ചേട്ടൻ എന്റെ ഉപ്പിന്റെ എന്തോ ഒരു എന്റെ ഒരു റിലേറ്റീവാ ഈ പറഞ്ഞ പോലെ. അവന് 4-5 പഠിക്കും, 4 അവന്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് സിനിമയ്ക്ക് പോയി. അപ്പം പോയി പടം കണ്ടു, ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. പിറ്റേ ദിവസമായപ്പോൾ അവന്റെ വീട്ടിൽ നിന്ന് കോൾ വരാൻ എനിക്ക് പറഞ്ഞു ചെക്കന് ഇപ്പം ആകെ പ്രശ്നമാണ്, എല്ലാം പേടി, പകലും രാത്രിയൊക്കെ അവന് പേടിയാണ്. അവന്റെ ചുറ്റും ആരൊക്കെ ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. ജിബി എന്ത് ചെയ്യും, ഇതിപ്പം ആകെ പ്രശ്നമായി, കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകില്ലെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ല കൊണ്ടുപോയി ഇപ്പൊ ഇനി എന്ത് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു അവന്റെ ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ചേട്ടാ നല്ല അഭിനയമായിരുന്നു എന്നോട് പറയുന്നു. ആ മോൻ ചേട്ടാ നല്ല അഭിനയമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെന്താണ് പ്രശ്നം? അല്ല പക്ഷെ ഇപ്പൊ അച്ഛന്റെയും അമ്മയൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഇവരെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ, എനിക്ക് ഒരു സമാധാനം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞ് അത് ശരി എന്നാ ആയിക്കോട്ടെടാ, കുഴപ്പമില്ല. അപ്പൊ അവന്റെ അച്ഛൻ വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇവ എന്തെങ്കിലും ചെയ്യണം, ഇതിപ്പോ ഇവിടെ ചെന്ന് ആരോടെ പറയും, ഇത് എന്താണ് ആൾക്കാരും വിചാരിക്കും. ഞാൻ ഒന്നും കൂടെ ഫോൺ കൊടുക്കുന്നു പറഞ്ഞു. ഡയറക്ടറിനെ വിളിച്ചുകൂടായിരുന്നു, പുള്ളിയുടെ എല്ലാം ഉണ്ട്. രാവിലെ വിളിച്ചാൽ അല്ല. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇവൻ ഫോൺ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു മക്കളെ അങ്ങനെ തോന്നുമ്പോഴത്തേക്കും നീ ഒരു കാര്യം ചെയ്യും, ഒരു തവണ ചെയ്താൽ മതി. നീ നിന്റെ അച്ഛൻ്റെ അമ്മയെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും വേറൊരു ഫീലാണ്, നെഗറ്റീവ് ഫീല് വരണമെങ്കിൽ കുറച്ച് കല്ലുപ്പെടുത്ത് നീ എറിഞ്ഞോ മാറും എന്ന് പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് വീണ്ടും വിളി വരികയാണ് വീട്ടിൽ നിന്ന്. അവൻ ഓക്കെയാണ് കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്, ഒരു വിഷയമില്ല. അവൻ ഇങ്ങനെ രാത്രി കിടക്കണതിന് മുമ്പ് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇപ്പൊ കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം ഞങ്ങൾക്കാണ്. കാര്യം അവന്റെ ചുറ്റും ഉപ്പിട്ടപ്പോ എനിക്കും ഉപ്പും അവന്റെ അച്ഛനും അമ്മയ്ക്കും കിടക്കാൻ ഇപ്പൊ സ്ഥലമില്ല. അവർ കിടക്കുന്ന കല്ലുപ്പിന്റെ കൊണ്ടല്ലാണ്, അല്ലെങ്കിൽ അവർ ആ റൂമിൽ നിന്ന് പോണം. അതാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയും ചില സംഭവങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് കുറെ. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഈ സിനിമ കണ്ടിട്ട് വന്നിട്ട് 3 ദിവസം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ പുള്ളിയെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തെന്ന് പറഞ്ഞു. രാത്രി ചേട്ടാ കിടക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പുള്ളി കല്യാണം കഴിഞ്ഞാണ്, പുള്ളിയുടെ വൈഫ് നാട്ടിൽ പോയിക്കായിരുന്നു. പുള്ളിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു
ഉറക്കം വന്നില്ല, ഇങ്ങനെയാണ് സീൻ. അപ്പം അത് ഞാൻ അറിഞ്ഞല്ലോ ഒരു സംഭവം. അത് എന്താ അതീ പുള്ളിയാണാ പുള്ളിയുടെ വേറെ ആരോ ഉണ്ടായിരുന്നു. ഹോൺ ചെയ്ത് ഇപ്പൊ കൂടെ ആരോ ഹോൺ ചെയ്ത് കൂടെ പേടി മാറ്റാനായിട്ട് അതീ പുള്ളിയാണല്ലേ പകരം ആളെ കയറ്റിന്ന് പറഞ്ഞു വീട്ടില്. ഫ്രണ്ടിന്റെ വിവേകിന്റെ എന്റെ ഫ്രണ്ടും വൈഫും നടത്തിന് പോയിട്ട് അവരവിടെ ക്ലിപ്പ് മറന്നു വെച്ചേട്ടാ. വീട്ടിൽ വന്നപ്പോ ക്ലിപ്പ് കാണാനില്ല. നല്ല പരിപാടി. അവർ രണ്ടും തമ്മിൽ സൗണ്ട് നെഞ്ച് പാതി പോകും കേട്ടോ. സീനാണ്, ക്ലിപ്പ് കാണാനില്ല. എടാ ഒന്നുമില്ല, അവർ തമ്മിൽ ഇടയ്ക്ക് പ്രാങ്ക് ഒക്കെ ചെയ്യും, വീട്ടിൽ തന്നെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അന്ന് അവര് രണ്ടുപേരും പേടിപ്പിച്ചില്ല. ഒന്നുമില്ല, നമ്മളൊരു ഒന്നുമില്ല, ക്ലിപ്പ് കാണാനില്ല. ക്ലിപ്പ് തിയേറ്ററിൽ പോയി മര്യാദയ്ക്ക് കിടന്നുറങ്ങി. ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും? ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. പറഞ്ഞു രാഹുൽ അതിനെ പറ്റി എല്ലാം പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു. പറഞ്ഞ് ഉണ്ടാവാം എന്നൊരു ഇത് മാത്രമാണ് പറഞ്ഞത്. ചോദിച്ചില്ല. ഞാൻ ചോദിക്കാൻ വന്നതേ, ചോദിക്കാനല്ല പറയാൻ വന്നത്, ഈ ഉപ്പ് വാരി വിതരണം കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം, പണ്ട് നമുക്കൊരു ക്ലീശ സാധനം ഉണ്ടായിരുന്നു, അതായത് യക്ഷി വെള്ള സാരി കൊടുത്തോണ്ടായിരിക്കും യക്ഷി പറഞ്ഞതെന്ന്. പക്ഷെ ഇപ്പൊ കാണുന്ന സിനിമയിലൊക്കെ ആ ക്ലീശ എല്ലാം ബ്രേക്ക് ചെയ്തൊക്കെയാണ്. ഇപ്പൊ ലോക സിനിമയിൽ കല്യങ്കാട്ട് നീലിയെ ന്യൂ ജനറേഷൻ നീലിയാക്കിയാണ് കാണിച്ചത്. അതുപോലെ നമ്മുടെ സിനിമയിലും വെള്ളസാരി കൊടുത്ത യക്ഷിയല്ല വന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെ പണ്ട് നമുക്കൊരു മിത്തുണ്ടായിരുന്നു. ഈ പണ്ട് കൊച്ചിയിലെയൊക്കെ രാത്രി ഇരുട്ടത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ പറയും കുരിശ് വെച്ച് കഴിഞ്ഞാൽ പ്രേതം വരൂലെന്ന്. അപ്പൊ അതുപോലെ പ്രേതത്തിന് അകറ്റാൻ വേണ്ടിയിട്ട് ഒരു മിത്ത് ബ്രേക്ക് ചെയ്യുന്നുള്ള, അല്ല, പുതിയൊരു ഇത്രയും നാളുണ്ടായിരുന്ന ആ കുരിശെന്ന് പറയുന്ന ക്ലീശയെ മാറ്റിയിട്ട് ഉപ്പെറിയുന്ന പോലെയെന്നാണ് എനിക്ക് തോന്നിയത്. അല്ല, പുള്ളി മധുസൂദനം പോറ്റിയല്ലേ, വീട്ടിൽ കുരിശ് വെച്ചിട്ടില്ല, പകരം കിട്ടിയത് സാഗർ സാൾട്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അടുക്കളയിൽ പോയി സാഗർ സാൾട്ട് അല്ലേ, സാഗർ സാൾട്ട് തീപ്പട്ടി. അതില് പ്രേതം പോയല്ല, അത് മതി. അതെ, ഉപ്പറിഞ്ഞിട്ടായാലും സംഭവം പോയില്ലേ, അതുപോലെ. ചേട്ടന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രേത സ്റ്റോറി പറയുകയാണെങ്കിൽ ചേട്ടന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു നെഗറ്റീവ് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്നെക്കാളും വല്ല നെഗറ്റീവ് ഇതിന് വേറെ എനർജി കേറില്ല, ഒറ്റ എനർജി. അടുത്ത ഇത് കഴിഞ്ഞു, നമുക്ക് DSRയെ പറ്റി സംസാരിക്കും. പക്ഷെ DSR കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത വരാൻ പോകുന്ന പടം ഈ നവംബറിൽ ലാസ്റ്റ് 27-ാം തീയതി മമ്മൂക്ക. യെസ്, മമ്മൂക്കയായിട്ട് അടുത്ത് ഭയങ്കര ബോണ്ടിങ് ഉള്ളൊരു വ്യക്തിയാണ്. അസീസിക്ക് ഇതേപോലെ എൻ്റെ അടുത്ത് കാറിന്റെ ഉള്ളിൽ IFFKയിൽ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ അസീസിക്കൊക്കെ ഇങ്ങനെ മമ്മൂക്ക ഈ മെസ്സേജ് അയച്ചേക്ക് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ്. പാല് കാഴ്ച നീ വിളിക്കൂലടാ എന്നെല്ലാം പറഞ്ഞ് സംസാരിച്ച അങ്ങനത്തെ ഒരു ബോണ്ടിങ് വന്നു. അത് കണ്ണൂർ സ്കോഡിലുണ്ടെന്ന് പറഞ്ഞു അസീസിക്കായിട്ട്. അങ്ങനത്തെ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു പടത്തിൽ അഭിനയിച്ചു കണ്ണൂർ സ്കോഡ്, അത് കഴിഞ്ഞത് കളങ്കാവൽ. അപ്പോൾ അതില് കളങ്കാവലില് നോക്കുമ്പോൾ മമ്മൂക്കായുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ണൂർ സ്കോഡും ഈ കളങ്കാവലും അതിൽ കുറെ മാറ്റം, ക്യാരക്ടറിൽ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. എന്താണ് ഈ മമ്മൂക്കയോട് അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു ഫീൽ, അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചതിനപ്പുറത്തേക്ക് എനിക്കുള്ള ഫീൽ എന്ന് പറഞ്ഞാൽ, ആ മനുഷ്യനെ അടുത്ത് നിന്ന് കുറേ ദിവസം കാണാൻ പറ്റി, കുറേ നല്ല അടുപ്പത്തിൽ സംസാരിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ കേട്ടു കൂടെ നിന്ന്. പിന്നെ നമ്മളൊക്കെ ഓർമ്മ വെച്ച നാൾ മുതൽ TV-യിലും തിയേറ്ററിലും കണ്ട് നമ്മൾ കൊതിച്ച ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ ലൈവ് പെർഫോമൻസുകൾ കണ്ട് ഇങ്ങനെ കോരി തരിക്കാൻ പറ്റി. ഓരോ പടത്തിലും പുള്ളിയുടേതായിട്ടുള്ള പുതിയ സംഭവങ്ങൾ പുള്ളി ഇടും. അത് ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഉണ്ടാവും. ഈ പടത്തിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ അയ്യടാ അയ്യോ കിടിലം പരിപാടികളാണ്. ഞാനിപ്പോ ഓവർ ഒരു എക്സ്പെക്ടേഷൻ തരുന്നത് ഒന്നുമല്ല, പക്ഷേ ആ ഫീൽ എനിക്കൊരു അങ്ങനെയുള്ള കുറേ മൊമെന്റ്സ് ഉണ്ട്. എന്നാലും ഒരു സീൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ നേരെ ഡയറക്ടറെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, അണ്ണ നോക്ക് ജിതിനെ, ഇത് നോക്കിയത് എനിക്ക് കണ്ടെനിക്ക് ഇത് സാധനം താഴണില്ല. എനിക്ക് ഒരു മൊമെന്റില് ഈ പുരികത്തിന്റെ അവിടെ ഒരു സാധനം വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു മൊമെന്റില് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡില് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് പുള്ളി ഇവിടെ നിന്ന് എനിക്കൊരു സാധനം ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് ഞാനതിൽ നിന്ന് മോണിറ്ററിൽ നോക്കിയത് കണ്ടിട്ട് എന്റെ അമ്മ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണോ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മളൊക്കെ ധൈര്യപ്പെടില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ. അങ്ങനെ പുള്ളിയൊക്കെ ചെയ്തതിനെ നമുക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് ചിന്തിക്കാൻ പോലും പേടിയാ. അമ്മാതിരി അത് നമുക്കൊക്കെ കിട്ടിയ ഭയങ്കര ഭാഗ്യമാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു, ഇദ്ദേഹം ചെയ്യുന്ന പെർഫോമൻസുകളെല്ലാം നമ്മൾ കാണുന്നു, അത് ആസ്വദിക്കുന്നു. അതൊക്കെ ഭയങ്കരമായ ഭാഗ്യമാണ്. നമ്മുടെയൊക്കെ ജനറേഷന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയും ഇവരെ കൂടെയൊക്കെ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുന്നത്, ഇവരെ കൂടെ സംസാരിക്കാൻ പറ്റുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ തിയേറ്ററിൽ കാണുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹമായിട്ടൊക്കെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറയുന്നത് എനിക്ക്
എന്താ എനിക്ക് ചിന്തകളിൽ പോലും ഒരിക്കലും ഉണ്ടായിട്ടുള്ള ടെക്സ്റ്റ് കാര്യമില്ല. ചെയ്യാറുണ്ടോ? ഉണ്ട് ആണോ? ഉണ്ട്. അത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉം, എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ടതിനപ്പുറത്തേക്കുമാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതാണ് മമ്മൂട്ടി സാർ. നമ്മുടെ ക്ലബ് എഫ് എമ്മിൽ നിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഒരു RJ റൈറ്ററിന്റെ അടുത്ത് ചോദിച്ചാണ്, മമ്മൂക്ക ആ സിഗരറ്റ് വെച്ചിട്ട് ആ ട്രെയിലർ ടീസർ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, ഒരു വല്ലാത്ത ഇങ്ങനെ സിഗരറ്റ് വെച്ചിട്ട് ഇങ്ങനെ ആ സാധനം അത് പുള്ളി കൈനിട്ടാണെന്ന് പറഞ്ഞ അതെ, ആ പുള്ളി ഇടുന്നതാ. ഇത് ടേക്കില് റിഹേഴ്സൽ എന്ത് ചെയ്യുന്നുള്ളതല്ല, ടേക്കില് പുള്ളിയുടേതായിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ഇടും. അതാ അങ്ങനെയാണ് അത്. നമ്മള് പറയും ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഒരു പരിപാടി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന്. എന്ത് പരിപാടി എന്ന് പറയില്ല, ഒരു സംഭവം ഉണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പൊ നമ്മള് ക്യാപ്ചർ ചെയ്യാൻ റെഡിയായി നിന്നോളണം. പുള്ളി അങ്ങ് ചെയ്യും. നമ്മൾ ആ മൊമെന്റിലാ കാണുന്നത് എല്ലാവരും. ദൈവമേ ഇതെന്താണ് എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ കോരിത്തിരിപ്പുണ്ടാവുന്നത്. ചിന്തയിലില്ലാത്തൊരു, നമ്മുടെയൊക്കെ ചിന്തയിലില്ലാത്തൊരു സാധനം ടേക്കിൽ കയറി വരും. എന്റെ അമ്മോ. കളങ്കവല്ല എങ്ങനെയാ കോളോന്ന് മമ്മൂക്ക വഴിയാണ്? അത് തന്നെ. കമ്പനി പ്രൊഡക്ഷനാണ് എന്നെ വെച്ചത്. മീൻസ് പ്രൊഡക്ഷൻ മമ്മൂക്കയുടെ ആണല്ലോ, മമ്മൂട്ടി കമ്പനി. സാറ് വഴി തന്നെയാണ് ഞാൻ പടത്തിലേക്ക് എത്തുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തോടൊപ്പം ഞാൻ 2-3 ഈ കണ്ണൂർ സ്ക്വാഡ് ഒരുമിച്ച് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ചെറിയ വേഷമാണെങ്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനു മുമ്പ് ഗ്രേറ്റ് ഫാദറിൽ ഞാൻ ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് ഫാദറിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹത്തിന് ആകെ വിശ്വാസമുള്ള ഒരൊറ്റ ജോലിക്കാരൻ ഞാനാണ്. എന്റെ കയ്യിലാണ് ആ ഇന്റർവ്യൂ തന്നുവിടുന്നതുമായിട്ടുള്ള തുടങ്ങിയ വിശ്വാസമാണ്. അത് കഴിഞ്ഞ് വണ്ണം പറയുന്ന സിനിമയിലുണ്ട്. ഒരുമിച്ച് ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കൊടുക്കുന്ന ഞാനാണ്. ആ CM വരും മറ്റേ സ്റ്റാച്യൂവിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരു CA നിപ്പുണ്ട് അവിടെ, അത് ഞാനായിരുന്നു. ഒരുമിച്ചില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കാർ ഇങ്ങനെ പാഞ്ഞു പോകും. അവിടെ ഞാനാണ് ആൾക്കാരെ തടഞ്ഞു നിർത്തി നിൽക്കുന്നത്. അപ്പൊ ആ പടം കണ്ടു കഴിഞ്ഞാൽ പലരും അന്ന് ഞാൻ ഡബ് ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, മറ്റേ സെറ്റിൽ കൂടെ പറഞ്ഞ സാധനം കണ്ടപ്പം ഒരു 4-5 ആംഗിളിലൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ പടത്തിലെ വില്ല ഞാനാണെന്ന് തോന്നുന്നു. അമ്മാതിരി ഇൻട്രോ, ആ ഒറ്റ സീനേ ഉള്ളൂ, കഴിഞ്ഞു. പക്ഷെ അങ്ങനെ സാറിനോടൊപ്പം 3-4 പടങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. എവിടെ? ഉപ്പ മമ്മൂക്കേരാ ആ സാധനം അല്ലേ? അത് കുളവാക്കല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊക്കെ ചെയ്യാൻ ധൈര്യപ്പെടില്ല, അങ്ങനെ ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടില്ലെന്ന്. അമ്മാതിരിയാ. അപ്പോ ഞാൻ ഇപ്പം കുറച്ചു മുന്നേ ഒരു ട്രോള് കണ്ടാണ്. അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിച്ച്, അതായത് ഒരു വർഷത്തെ ബെസ്റ്റ് ആക്ടർ നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇദ്ദേഹമായിട്ട് ബീറ്റ് ചെയ്യണമെന്ന്, മമ്മൂക്കയായിട്ട്. അല്ല, ബീറ്റ് ചെയ്യുക ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാര്യം എല്ലാ പടത്തിലും പുള്ളി പുതിയ പുതിയ സംഭവങ്ങളിടും. നമ്മളത് ചിന്തിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെക്കുന്നത്. അപ്പൊ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ടൊന്നും നിൽക്കണ്ട, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി. കാര്യം പുള്ളിക്ക് അങ്ങനെ ആരെയും ബീറ്റ് ചെയ്യണമൊന്നുമില്ല. പുള്ളിക്ക് വ്യക്തമായിട്ട് ഒരു സാധനം ചെയ്യണമെങ്കിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓരോന്നിലും തിരിച്ച് ഏതെങ്കിലും ഒരു നടൻ. എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഇപ്പർ സൈഡിൽ നിന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് അങ്ങനെ ചിന്തയില്ല, എല്ലാ പടത്തിലും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ അതിനുവേണ്ടി എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അത് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്ത് ഒരു ജൂറിയിലെത്തി അവരാണല്ലോ തീരുമാനിക്കുന്നത്. ഇത് ചെയ്യുന്ന ആർക്കും അങ്ങനെ ചെയ്തൊന്നുമില്ല. ഇതിപ്പോ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ആരും ചെയ്യുന്നത്. സാറും അങ്ങനെയല്ല, സാറ് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനേ അദ്ദേഹം നോക്കുള്ളൂ. സോ അത് കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ആ മെറിറ്റ് തന്നെയാണ്, ആ ഒരു കഴിവിന്റെ. ഈ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞാണ് ഈ പടം ആദ്യമേ വന്നു തുടങ്ങി. അപ്പോഴേ നമുക്കൊരു ഇതായിരുന്നു, ക്യൂരിയോസിറ്റി ആയിരുന്നു, ഈ പടം എങ്ങനെയായിരിക്കും നെഗറ്റീവ് ഷെയ്ഡിൽ പുള്ളിക്ക് മാത്രം ഇങ്ങനെയൊക്കെ ഓരോ ക്യാരക്ടർ ചെയ്യാണെന്നേ. കഴിഞ്ഞ വർഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കയറി വന്നില്ലേ? അതെ അതെ. അങ്ങനെ വന്നൊരു മനുഷ്യനെ നെഗറ്റീവ് ചെയ്യാനാണോ ബുദ്ധിമുട്ട്? ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയില് ഞാൻ അഭിനയിക്കാന്ന് പറഞ്ഞ് മുന്നിട്ട് ഇറങ്ങി വരുന്നൊരു ആള് എന്തുകൊണ്ട് നെഗറ്റീവ് ചെയ്യില്ല? ഇതിൽ ചില ചുറ്റുപാടുള്ള കുറെ അധികം ആൾക്കാർ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ട് കളങ്കാവലിനെ പറ്റിയിട്ട്. ഒരു ട്രൂ ആയ സ്റ്റോറിയാണ് സംഭവം, ഇത് നടന്നിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയാമോ ഇതിലൂടെ? അങ്ങനെ ഒരു കുഴപ്പമില്ല. സൈനൈഡ് മോഹനന്റെ സ്റ്റോറിയാണെന്ന് പറഞ്ഞു. അത് അങ്ങനെ എവിടെയും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സൈനൈഡ് മോഹന്റെ സംഭവമാണെന്ന് എവിടെയും പറയുന്നില്ല. കുറച്ച് ട്രൂ ഇവന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ബാക്കി ഫിക്ഷൻ തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നല്ല, അത് എഴുതിയത് ജിഷ്ണു ശ്രീകുമാറും അത് റൈറ്റർ കൂടെ അതിന്റെ ഡയറക്ടറായിട്ടുള്ള ജിതിൻ കെ ജോസുമാണ്. രണ്ടുപേരും തിരുവനന്തപുരത്തുകാരാണ്. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ രാഹുൽ ഹൊറർ എടുത്തു വെച്ചേക്കുന്ന പോലെയാണ് ഇവരുടെ കയ്യില് ഇമാതിരി ത്രില്ലർ സബ്ജക്റ്റുകൾ ഇരിക്കുന്നത്. ലോഡ് കണക്കിനാണ്, എല്ലാം നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുള്ളിപ്പുലികളാണ് ഈ രണ്ടുപേര്. അതല്ല
കിടിലം ടീമുകളാട്ടോ. മമ്മൂക്കയെ പറ്റി പറഞ്ഞപ്പോ ലാലേട്ടനെ പറ്റിയിട്ട് ഇനി നമുക്ക് സംസാരിക്കാം. ലാലേട്ടന്റെ കൂടെ ഷോട്ട് ഉണ്ടായിരുന്നോ ബബ്ബല്ലേ? ഇല്ല, അതിൽ ഒരുമിച്ചില്ലായിരുന്നു. എനിക്ക് ഞാൻ പറയുന്നത് സാറുമായിട്ട്, ലാൽ സാറുമായിട്ട് ഈ പറഞ്ഞ 12th മാൻ എന്ന് പറഞ്ഞത് ജിത്തു സാറിന്റെ പടത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പക്ഷെ ഒരുമിച്ചൊരു കോംബോ സീൻ പടത്തിൽ വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ അദ്ദേഹത്തോട് ചെയ്യാൻ പറ്റി. പിന്നെ ഏറ്റവും ആദ്യം എനിക്ക് വലിയൊരു സ്ക്രീൻ സ്പേസ് എന്നത് അദ്ദേഹമാണ്. താണ്ഡവം എന്ന് പറഞ്ഞ സിനിമയിൽ, താണ്ഡവത്തിലാണ് എന്നെ ആദ്യമായിട്ട് സ്ക്രീനിൽ വലിയ രീതിയിൽ കാണിക്കുന്നത്. അത് അദ്ദേഹം നടന്നു വരുമ്പോൾ ഞാൻ ജൂനിയർ ആക്ടറായിട്ട് പോയപ്പോഴത്തേക്ക് ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അതിപ്പോ റീലായിട്ടൊക്കെ ഭയങ്കര റീച്ച് കിട്ടിയൊരു സാധനം ഉണ്ടായിരുന്നു. അത് കണ്ടില്ലേ? അയ്യോ, അത് വൻ റീച്ച് കിട്ടിയ സാധനം. ഇവിടെ ആഘോഷിച്ചൊരു സാധനം. അത് സംഭവം അറിയില്ല, അത് എല്ലാരും കേട്ടിട്ടുള്ളതാണ്. സോറി, അറിഞ്ഞില്ല. അത് പറയണമെങ്കിൽ പറയാം. ഇല്ല, ഞാനന്ന് MG കോളേജ് പഠിക്കുമ്പോഴാണ്. പഠിക്കുന്ന സമയത്ത് നമ്മളെ എസ്പെഷ്യലി ലാലേട്ടൻ പഠിച്ച കോളേജാണ്. അപ്പൊ അതിന്റെ ഒരു പ്രൗഢി നമുക്കുണ്ടേ. അപ്പോ നമ്മളെ അമ്മാതിരി ആരാധനയുണ്ട് അദ്ദേഹത്തോട്. അപ്പൊ ഈ ജൂനിയർ ആക്ടേഴ്സിനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കൂട്ടമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോളേജിൽ തന്നെ വിളിക്കാൻ ഇതിന്റെ ആൾക്കാർ വരും. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് താണ്ഡവം എന്ന് പറഞ്ഞ സിനിമ കുതിരമാളിയെ കൊട്ടാരത്തിൽ നടക്കുമ്പോൾ ഞാനും പോയിരുന്നു. അപ്പൊ 3 ദിവസത്തെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരു മെയിൻ പബ്ലിക് എക്സാം ഒക്കെയാണ്, അത് കളഞ്ഞിട്ടാ പോകുന്നത്. നമുക്ക് എങ്ങനെയും സിനിമ എന്നുള്ളൊരു ചിന്തയിലേ ഉള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് ഫുഡ് കിട്ടും, വേറെ പൈസയോ കാര്യമൊന്നുമില്ല. പറ്റിയാൽ ലാൽ സാറിന് കൂടെ ഒരു ഫോട്ടോ എടുക്കുക, ഇത്ര മാത്രമേ ചിന്തയുള്ളൂ. ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ ഉണ്ട് കേട്ടോ, അന്ന് എടുത്ത ഫോട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഷോട്ട് എടുക്കുക. വേറെ ഒന്നുമല്ല, നമ്മുടെ നെടുമുടി വേണുചേട്ടൻ മരണപ്പെടുന്ന സീനിലാണ്. അപ്പം ലാൽ സാർ ഇത് അറിഞ്ഞിട്ട് വരുന്നു, ഭയങ്കര സങ്കടത്തോടെ കയറി വരുന്നൊരു മനുഷ്യൻ ഇങ്ങനെയാണ്. അപ്പൊ ഈ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ ഇങ്ങനെ വകഞ്ഞു വകഞ്ഞാണ് കയറി വരുന്ന പുള്ളി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഗ്യാങ് 2-3 പേരും കൂടെ ഉണ്ട്. അങ്ങനെയാണെന്ന് എൻ്റെ ധാരണ. അപ്പം ടേക്കിൽ മാത്രമാണ് ലാൽ സാർ വരുന്നത്. അപ്പൊ അതിനു മുമ്പ് 2 തവണ ക്രെയിൻ ഷോട്ടാണ്. ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ കാണിച്ചു വരണം, ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വരണ ആ ഒരു പാത്ത് റെഡിയാക്കി വെച്ചേക്കാം. അപ്പൊ ഞാൻ എന്നിട്ട് നല്ല ഞാൻ ഈ 2 തവണ റിഹേഴ്സൽ പോയി, ആ റൂട്ട് മറ്റേ ക്യാമറയ്ക്ക് പോകാനുള്ള ഇത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നെ നിർത്തി കിടത്തുന്ന ഞാൻ നൈസാ ചരിഞ്ഞ് ഈ ക്യാമറ പോണ വഴി കൂടെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് മാറ്റി നിർത്തി. അപ്പൊ ഒരു അസോസിയേറ്റ് വന്നിട്ട് പറഞ്ഞു, നീ വാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു സ്ഥലത്തോട്ട്, നീ ഇനി മാറരുത്, ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് അവിടെ മാറ്റിയൊരു സ്ഥലത്തോട്ട് നിർത്തി. എനിക്ക് ഭയങ്കര സങ്കടമായി. കാര്യം വെച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും ഈ മറ്റേ ഫ്രെയിമിൽ വരുമെന്ന് പറയുന്നതാണ് സംഭവം. നോക്കുമ്പോൾ അതാണ് കറക്റ്റ് റൂട്ട്. ലാൽ സാർ നേരെ ടേക്കിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ടേക്ക് തന്നെ ഇങ്ങനെ പോവാ, ഇങ്ങനെ വരുന്നു. ലാൽ സാർ ഇങ്ങനെ വരുന്നു, ചേട്ടൻ മരിച്ചു എന്നുള്ളത് ഒരു ധാരണ പുള്ളി കിട്ടി. അവിടെ കരിങ്കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വളരെ സങ്കടത്തോടെ വന്ന് വളരെ സ്ലോ ആവുന്നു. എൻ്റെ അടുത്തതും വളരെ സ്ലോ ആയി. 2 സെക്കൻഡ് ഇങ്ങനെ അവിടെ വന്ന് സ്ലോ ആയിട്ട് നടന്നങ്ങ് അകത്തേക്ക് കയറിപ്പോൾ കട്ടാവുന്നു. കഴിഞ്ഞു. ഇതിന്റെ ഫസ്റ്റ് ഷോ രാവിലെ ശ്രീകുമാർ തിയേറ്ററിൽ ഞങ്ങൾ ഇരിക്കുക, കോളേജിൽ നിന്നുള്ള എല്ലാവരും ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞു. ഇത് എന്നെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. കാര്യം അന്ന് മോണിറ്റർ പരിപാടി ഒന്നും അറിയില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മൾ ലാലേട്ടനെ കാണിച്ചു, നമ്മൾ പേപ്പർ എറിഞ്ഞു, മിഠായി എറിഞ്ഞു, ഭാര്യ വലിച്ചെറിഞ്ഞ് സെറ്റിൽ നിൽക്കുക. നമ്മള് ഇപ്പൊ സിനിമ ഇങ്ങനെ പിരിമുറുക്കം. സെക്കൻഡ് ഹാഫിൽ വരുന്നു. ഇപ്പം നെടുമുടി വേണുചേട്ടൻ മരിച്ചു, ലാൽ സാർ അറിഞ്ഞു. ലാൽ സാർ അവിടെ എത്തി, ഗേറ്റിന്റെ അവിടെ വരുന്ന ഒരു വണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിനകത്തുള്ള ഈ പറമ്പിലെ ഷോട്ടാ, കുതിരമാളിക എടുത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്ക് ലാൽ സാറിനെ അവിടെ ദൂരെ പൊട്ടുപോലെ കാണിക്കുന്നു. ക്യാമറ ഇങ്ങനെ ചെന്നപ്പോ ഞാൻ നോക്കിയപ്പോ മോനെ ആ നിക്കണത് ഞാനല്ലേ. ഈ ശ്രീകുമാർ തിയേറ്ററിന്റെ വലിയ സ്ക്രീനില് ഞാനിങ്ങനെ വലുതായി വരിക, ഇങ്ങനെ ക്യാമറ പിടിച്ചു വരുന്നത് എന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ലാൽ സാർ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഞാനിങ്ങനെ ശരിക്കും ലാലേട്ടൻ ഒന്നും അല്ലാതായി ചേട്ടൻ കണ്ടോണ്ടിരുന്നത്. അല്ല കേട്ടോ, അതാ അങ്ങോട്ടാ വരുന്നത്. ഇങ്ങനെ നിന്ന് ഞാൻ നോക്കിയപ്പോ സാറ് ഭയങ്കര സ്ലോ ആയി. ഈ ഷോട്ട് ഭയങ്കര സ്ലോ മോഷൻ. ഞാൻ നോക്കിയപ്പോ ഞാൻ അങ്ങനെ നോക്കി നിൽക്കുക, മരണ വീട്ടില് ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ കറുത്ത ഒരു ഇതൊക്കെ വെച്ച് കെട്ടിട്ടിരിക്കുക. എന്റെ കംപ്ലീറ്റ് ഇതും പോയി. എന്നെ ആദ്യമായിട്ട് വലിയ സ്ക്രീനിൽ നിറച്ച് കാണിക്കുന്നു. എന്റെ ബാക്കി ഉണ്ടായിരുന്ന പേപ്പർ മിഠായിയൊക്കെ വാരി വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ആ സന്തോഷം ഉണ്ടല്ലോ ഞാനങ്ങ് കാണിച്ചു. പക്ഷെ സീൻ മരണ സീനായിരുന്നു. നെടുമുടി സാർ അവിടെ ഭരിച്ചു കിടക്കല്ലേ. ആൾ സാറാണെങ്കിൽ കരഞ്ഞു വരുന്നത്. തിയേറ്ററിലെ 2ാം മരണം. ആർക്കൊക്കെ ചേർത്താണ് ചീത്ത വിളിക്കണമെന്ന് എനിക്ക് ബോധമൊന്നുമില്ല. പക്ഷെ കാര്യമായിട്ടുള്ള ചീത്തകൾ. പക്ഷെ എനിക്ക് അതൊന്നും ബാധിച്ചില്ല. എന്നെ ആദ്യമായിട്ട് വലിയ സ്ക്രീനിൽ വലുതായിട്ട് കാണിച്ചു. ഞാനത് മറക്കില്ല മോനെ. എന്നെ ചീത്ത വിളിച്ച ഒരു കുഴപ്പമില്ല. അത് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. വേറൊന്നുമല്ല,
എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൊമെന്റ് ആണ് അത് വിത്ത് ലാലേട്ടൻ ഇത് പറഞ്ഞിട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഷാജി കൈലാസ് സാറാണ് അപ്പൊ എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത്. ലാൽ സാറുമായിട്ടാണ് ഞാൻ എന്റെ ആദ്യത്തെ കോംബോ സ്ക്രീനിൽ വരുന്നത്. ഇത് എന്റെ ജീവിതത്തിൽ എന്റെ ഒരിക്കലും മറക്കാനാവാത്തൊരു പരിപാടിയായിരുന്നു അത്. യൂട്യൂബിൽ നോക്കിയാൽ കാണാം. യൂട്യൂബിലോ ഈ സീൻ വെച്ചാണ് ഈ സാധനം വൈറലായത്. ഞാൻ ഇതുപോലെ ഒരിടത്തിരുന്ന് പറഞ്ഞതാ, ഒരു ഇന്റർവ്യൂവിൽ നിന്ന് പറഞ്ഞ് വൻ റീച്ചായി. ഇപ്പൊ നമുക്ക് പേപ്പർ അറിയാൻ തോന്നാം, ഫുഡ് മാത്രമേ ഉള്ളൂ അറിയാൻ പറ്റില്ല. അതെ, ഈ പലരും ഇപ്പൊ സംസാരിക്കുമ്പോൾ സർക്കാർ ജോലി അയ്യോ അത് വേണ്ട, പ്രൈവറ്റ് ആയിട്ട് വല്ലതും വർക്ക് ചെയ്യാം എന്നൊക്കെയാണ് സംസാരം വരുന്നത്. ചേട്ടന് കിട്ടിയ ഏറ്റവും വലിയൊരു സ്വത്താണ് ഈ സർക്കാർ ജോലി, പോലീസായിട്ട് കയറുക എന്നൊക്കെ പറയുന്നത്. 5 വർഷം ചേട്ടൻ ലീവ് എടുത്ത് ഇപ്പം ചേട്ടൻ്റെ പാഷനെ ഫോളോ ചെയ്ത് ചേട്ടൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ്റെ ജോലി, സർക്കാർ ജോലി, ഇപ്പം ചിലർ പറയാം ഭയങ്കര ഇതാണ്, ചിലപ്പോൾ പ്രഷർ കാണും, അങ്ങനെ ഇങ്ങനെ. എന്താണ് ചേട്ടൻ്റെ ഈ ഒരു സർക്കാർ ജോലി നോക്കുന്നവരെ കൊടുക്കാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ഒരു കാര്യം പറയാമോ? എന്തായിരിക്കും? അയ്യോ, നമ്മുടെ ജീവിതം മുന്നോട്ട് ഏറ്റവും സേഫ് ആയിട്ടും സെക്യൂരിറ്റി ആയിട്ടും കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സർക്കാർ ജോലി ഉള്ളതുകൊണ്ടാണ്. പെട്ടെന്നൊന്നും അവിടെ നിന്ന് വിളിച്ചിറക്കി വിടാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ സർക്കാർ പെട്ടെന്ന് തിരിച്ചിറക്കി വിടാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സേഫ്റ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം കൃത്യമായിട്ട് തന്നിരിക്കും. 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി, എങ്ങനെയായാലും 5-ാം തീയതിക്ക് അപ്പുറം പോവില്ല. ആനുകൂല്യങ്ങൾ ഇഷ്ടം പോലെ. നമ്മൾ ജോലിയിൽ ഇരിക്കുമ്പോൾ മറിഞ്ഞു വീണ് മരിച്ചു പോയപ്പോലെ വീട്ടുകാർക്ക് ജോലി കിട്ടും. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും ജോലി കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള സേഫ്റ്റി സൈഡ് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് കല്യാണ മാർക്കറ്റിൽ പോലും ഈ എന്താണ് ഈ സർക്കാർ ജോലിയുള്ളവർക്ക് ഇത്തിരി ഡിമാൻഡ് കൂടുതൽ വരുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വായനയും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ജനറൽ നോളജ് പരിപാടിയായിട്ട് എനിക്ക് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എഴുതിയ PSC ടെസ്റ്റിൽ ഒരു 6 എണ്ണത്തിൽ ഒരുമിച്ച് വന്നു. അന്ന് കിട്ടിയതിൽ ഏറ്റവും ശമ്പളമുള്ള ജോലി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പോലീസിലോട്ട് വന്നത്. അല്ലാതെ ഞാൻ പോലീസുകാരനാകാൻ വേണ്ടിയിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. പോയി ടെസ്റ്റ് എഴുതി പാസ്സായി, ഫിസിക്കൽ പാസ്സായി, മെഡിക്കൽ പാസ്സായി, ഇതെല്ലാം പാസ്സായി. വീട്ടുകാർക്ക് പോലും വിശ്വാസമില്ല ഞാൻ ഫിസിക്കൽ പാസ്സായിരുന്നു. ഞാൻ അന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഒരുമാതിരി ഭയങ്കര സൈസുള്ള ഒരാളായിരുന്നു ഞാൻ. ആദ്യത്തെ 8 ഐറ്റത്തിൽ 5 എണ്ണം പാസ്സാവണം നമ്മൾ ഫിസിക്കൽ പാസ്സാവണമെങ്കിൽ. എനിക്ക് ചെയ്ത ആദ്യത്തെ 5 തന്നെ കിട്ടി, അത് ഹൈ ജമ്പ് ഉൾപ്പെടെ. ഒന്ന് ആലോചിച്ചേക്കണം. ഞാൻ കാര്യം പ്രാക്ടീസ് ഇല്ല, ആദ്യമായിട്ട് ചെയ്യണമെന്ന് ഒരു പ്രശ്നമില്ല. വീട്ടിൽ ചെന്ന് പിറ്റേന്ന് ഒരാഴ്ചയും കിടന്നു. പക്ഷെ ഈ പ്രാക്ടീസ് ചെയ്ത പലരും കാലും കൈ ഉളുക്കി ഇതിന് പോകാൻ പോലും പറ്റിയിട്ടില്ല. 1 മാസം കൊണ്ട് തുടങ്ങിയതാണ് ഈ പരീക്ഷ. ഈ ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും തളർന്നിവര്. എനിക്ക് ആ തളർച്ചയൊന്നുമില്ല. ഞാൻ ഫ്രഷ് ആയിട്ട് പോയി രാവിലെ ആഹാരം കഴിച്ച് ചാടി ഓടിയതാ. പിന്നെ ഒരാഴ്ച ഞാൻ കടന്നെങ്കിലും ഈ പാസ്സാവാനുള്ള സമയത്ത് കൃത്യസമയത്ത് ഞാൻ പാസ്സായവിടെ ചെന്നു. അങ്ങനെ ഞാൻ പോലീസിലേക്ക് വരുന്നത്. ഞാനത് കേട്ടിട്ടുണ്ട് ചേട്ടാ. അത് 2.5 ലക്ഷം പേര് എഴുതിയതിൽ 3 പേർക്ക് കിട്ടി. അത് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇതല്ല. അത് ഞാൻ മറ്റൊരു പരസ്യം ചെയ്തതിനെ പറ്റി പറഞ്ഞതാ. ആ സംഭവം ഏകദേശം 2.5 ലക്ഷത്തോളം പേരെ വെച്ച് അവരൊന്ന് ഫോട്ടോ നോക്കിയിട്ട് സെലക്ട് ആയത് 3 പേരില് 2 പേര്. അതായത് ഈ ഫോൺ പേയുടെ ആഡ് അതാണ് ദുൽഖർ സമാന്തയായിട്ട് ചെയ്ത. ഈ പോലീസ് ജോലി ഭയങ്കര പാടുള്ള ഒരു ജോലിയാണെന്നാണ് ഇപ്പം എന്റെ കൂട്ടുകാരന്മാർ പലരും കേറിയിട്ടുണ്ട് ഇപ്പൊ പോലീസിൽ. അപ്പൊ ഇവരെല്ലാം പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ജോലിയാണ് പോലീസിൽ. ആണ്. നമ്മള് രാവിലെ വന്നിട്ട് പേനെടുത്ത് എഴുതി ഒപ്പിട്ട് ഒരു ഓഫീസറിന്റെ അടുത്ത് കൊണ്ടുവന്ന് വാങ്ങിച്ച് അതിനെ ഫയൽ പാസ്സാക്കി അടുത്തതിലോട്ട് അല്ലെങ്കിൽ എന്താ നമ്മുടെ ലാപ്പില് അത് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുന്ന പരിപാടിയല്ലല്ലോ. പബ്ലിക്കിന്റെ ഇടയിൽ നിൽക്കുന്ന ജോലിയല്ലേ. മറ്റേ ജോലി എളുപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത് ഫിസിക്കലി നമുക്ക് മെന്റലി ഭയങ്കര സ്ട്രെസ് തരുന്ന ഒരു ജോലിയാണ്. അതങ്ങനെ സ്വാഭാവികം. അത് നമ്മളൊക്കെ ആ ഒരു പ്രഷർ ഉണ്ടാവും. കാര്യം യൂണിഫോം ഇട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അടി നടന്നാലും അല്ലെങ്കിൽ ഒരു വിഷയം നടന്നാലും ഒരു മോഷണം നടന്നാലും അല്ലെങ്കിൽ ഒരു കുടുംബകലഹം നടന്നാൽ പോലും പോലീസുകാരാണ് ആദ്യം വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ നിൽക്കണം. അത് നമുക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു 8 മണിക്കൂർ ജോലിയല്ല ഇത്. രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ ആയിരിക്കും, ചിലപ്പം ഡ്യൂട്ടി കണ്ടിന്യൂസ് ആണെങ്കിൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമുക്ക് ജോലിയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ. അത് നല്ല ശമ്പളം തരുന്നുണ്ട്. സോ ഈ ജോലി നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ജോലി തന്നെയാണ്. നമ്മളത് പറഞ്ഞിട്ട് അതൊരു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ജോലിയുടെ സ്വഭാവം അതാ. അതാണ് ഈ സെക്രട്ടേറിയറ്റിലൊക്കെ പോകുമ്പോ ഒരു ഉറക്കമില്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രാത്രി 2 മണിക്കൊക്കെ ഇങ്ങനെ തോക്കും പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ഒന്നാലോചിച്ച് ബാക്കി എല്ലാവരും ഉറങ്ങുന്ന സമയത്താ. ഞാൻ ഗൺമാനായിരുന്നു. ഞാൻ മനോജ് ബ്രാ സാറിന്റെയും മജിത് സാറിന്റെയും ഗൺമാനായിരുന്നു. വെടിവെക്കാനുള്ള അവസ്ഥ അല്ല, വെടിവെക്കാനുള്ള അവസ്ഥ ഞാൻ ട്രെയിനിങ് സമയത്ത് കുറെ വെടിവെച്ചിട്ടുണ്ട്. അല്ലാതെ ഇത് ജോലിയിൽ ഇരുന്നു കൊണ്ട് അങ്ങനത്തെ ഇല്ല, അങ്ങനെ ഒന്നും വന്നിട്ടില്ല, അങ്ങനത്തെ സ്റ്റോറി ഒന്നും ഇല്ല.
ഈ കണ്ണൂർ സ്ക്വാഡിലൊക്കെ കാണിക്കുന്ന പോലെ കണ്ടിട്ടുള്ള പോലെ അങ്ങനെ കണ്ണൂർ സ്ക്വാഡില് അതുപോലെ ചേട്ടാ എപ്പോഴെങ്കിലും ദൂരെ ഇപ്പൊ മമ്മൂക്ക ആ ഒരു ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ ദൂരം പോയി അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സ്റ്റോറീസ് ചേട്ടൻ അങ്ങനെ പോയിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഇഷ്ടംപോലെ നമ്മള് പറയാൻ പറ്റുന്ന കേസിന്റെ കാര്യമായിട്ടൊക്കെ ഒത്തിരി പോയിട്ടുണ്ട്. ഈ ഇലക്ഷൻ ഡ്യൂട്ടി സംബന്ധമായിട്ട് ഇതുപോലെ അന്യ ജില്ലകളിൽ അന്യ സംസ്ഥാനങ്ങളിൽ ഒത്തിരി പോയിട്ടുണ്ട്. പിന്നെ ചില പ്രതികളെ പിടിക്കാനായിട്ട് ആന്ധ്രയിലും അവിടെയൊക്കെ പോയിട്ടുണ്ട്, പഞ്ചാബിൽ പോയിട്ടുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും രസകരമായിട്ടെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു മച്ചാൻ ഇതിനു മുമ്പ് എന്നെ അതിന്റെ പേര് വിളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മയുണ്ട്. എന്താണെന്ന് സ്പീക്കറിന്റെ ആ എന്റെ കാറിൽ ഓർമ്മയുണ്ട്. അന്ന് വിളിച്ചിട്ട് നമ്മൾ ലൈവ് പോയായിരുന്നു. അതിന് വൻ വാർത്തയായതാ. ഓർമ്മ വന്നില്ലേ? സ്പീക്കർ അടിച്ചു, എന്റെ സ്പീക്കറല്ല സിസ്റ്റം അടിച്ചുകൊണ്ട് കാറിനകത്തുള്ള മ്യൂസിക് സിസ്റ്റം മൊത്തത്തില് വിത്ത് മറ്റേ വീഡിയോ ഇത് ഡിസ്പ്ലേ ഉൾപ്പെടെ എടുത്തോണ്ട് പോയി. അത് എടുത്തോണ്ട് പോയില്ല, എടുത്ത് പറക്കി വെളിയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഞാൻ നോക്കുമ്പോഴേ എന്റെ വീട്ടിന് മുമ്പ് തന്നെ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഒരാള് വളരെ ആധികാരികമായിട്ട് എന്റെ വണ്ടിയിൽ ഞാൻ ഇരിക്കുന്നതിനേക്കാൾ സൗകര്യത്തിൽ ഇങ്ങനെ ഡ്രൈവിംഗ് കാറ് ലോക്ക് ചെയ്തിരുന്നു. പിള്ളേര് മറ്റേ ചാവി എടുത്ത് വെച്ച് കളിച്ച് ഇത് ലോക്ക് ഓണായി കിടക്കായിരുന്നു. ഇത് കൃത്യമായിട്ട് പുള്ളി കയറി ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ ഇളക്കുന്നുണ്ടായിരുന്നു. ഇളക്കിയിട്ട് ഞാൻ എന്തായാലും ഇളക്കിയിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും പണി തടസ്സപ്പെടുത്താൻ പാടില്ലല്ലോ. ഏകദേശം ഊരിഞ്ഞെത്തി. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോ പുള്ളി ഇതും കൊണ്ട് ഇങ്ങനെ ഇറങ്ങാം വെളിയിലോട്ട്. അപ്പൊ ഞാൻ പുള്ളിയോട് ഇങ്ങനെ നിങ്ങള് മറ്റേ ആളാണെന്ന് വിചാരിക്കാം. ഞാൻ ചോദിച്ചു എന്താ? പുള്ളി എന്നോട് തിരിച്ചു ചോദിച്ചു എന്താ? കയ്യിലെന്താ? അത് വണ്ടിയുടെ സിസ്റ്റം. അല്ല എടുത്ത കാര്യം എന്താ? ഞാൻ റിപ്പയർ ചെയ്യാൻ വന്നത്. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞില്ലല്ലോ, റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇത് ആരുടെ വണ്ടിയായത്? ഇത് എന്റെ കസ്റ്റമറിന്റെ വണ്ടി. ഞാൻ ചെന്ന് ബാക്കിലോട്ട് നോക്കി, ഇത് എന്റെ വണ്ടി തന്നെയല്ലേ കാര്യം. അത്ര ആധികാരികമായിട്ട് പറയല്ലേ. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇത് നിങ്ങളുടെ കസ്റ്റമറിന്റെ വണ്ടിയാണോ? അപ്പൊ ഇവന് ചെറിയൊരു നെഗടിച്ചു, എന്തോ പണി പാളിയായിട്ട്. അപ്പൊ ഉടനെ പുള്ളി നേരെ അടുത്തോട്ട് വന്നു. സാധനം വന്നിട്ട് നേരെ താലം കൈമാറുന്ന പോലെ കൈ തന്നു മ്യൂസിക് സിസ്റ്റം. അപ്പൊ ഞാൻ ഒന്ന് ആലോചിക്കാൻ തിരിച്ചിങ്ങ് വാങ്ങിച്ചിട്ട് പുള്ളി പറഞ്ഞു ചേട്ടാ ഒരു അബദ്ധം പറ്റിയാണ്, സോറി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ചേട്ടാ, ഇത് തിരിച്ച് വെച്ച് തരണമെങ്കിൽ ഞാൻ വെച്ചുതരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വാങ്ങിച്ചിട്ട് നിൽക്കുകയാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ ഞാനൊരു പോലീസുകാരനല്ലേ, ഇവൻ എന്റെ മോഷ്ടിച്ചൊരു കള്ളനല്ലേ. ഞാൻ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ചേട്ടാ അറിയാതെ. ഞാൻ പറഞ്ഞു എടാ നീ ഇത്രയും നേരം ഇരുന്ന് ഊരിയെടുത്ത് നീ അറിയാതെ എന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ച് റോഡ് സൈഡിൽ കടയുടെ അവിടെ കൊണ്ടുവന്ന് അപ്പോഴത്തേക്കും വൺ വേ അവിടെ ആൾക്കാരെല്ലാം വണ്ടി നിർത്തി ഇറങ്ങി വരുന്നു. ഇതിനിടയ്ക്ക് ആരോ പോലീസിനെ വിളിക്കുന്നു, ചാനലുകാർ വിളിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ഞാൻ വീണ്ടും വൈറലാകും. സ്വന്തം കാറിൽ നിന്നും സ്റ്റീരിയോ മോഷ്ടിച്ച കള്ളനെ സിനിമാ നടനായ പോലീസുകാരൻ കയ്യോടെ പൊക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ദൈവാനുഗ്രഹം. അല്ലാതെ എങ്ങനെ വരാം? ഇതിപ്പോ ചേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ കുറെ നാൾ പിടിച്ചനെ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇതിപ്പം ചേട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ ഊരാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ഒരു എന്തൊക്കെ ടൈപ്പ് കള്ളന്മാരാണ് കേട്ടോ. പക്ഷെ ചേട്ടൻ ലൈം ലൈറ്റിൽ എപ്പോഴും ഉണ്ട് കേട്ടാ. സാധനങ്ങൾ പുള്ളി നേരത്തെ എല്ലാം കാണും. ശരിക്കും സിനിമയില് പുള്ളി ഒരു മറ്റേ ഗ്ലാസ് ചായ മറിഞ്ഞു വീഴുമ്പോ പുള്ളിക്ക് എന്തോ ഒരു തോട്ടുണ്ട് നേരത്തെ. അതിൽ പറയുന്നുണ്ട് ആ കുട്ടിയുടെ മരണം പുള്ളിക്കാരന് നേരത്തെ അറിയായിരുന്നു. സ്പൈഡർമാനാ സ്പൈഡർമാന് നേരത്തെ ഒരു സാധനം ചേട്ടാ ഈ കണ്ണൂർ സ്ക്വാഡിലെ ഈ മമ്മൂക്കയും ടീമും കൂടെ പ്രതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അന്യസംസ്ഥാനത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ചോദിക്കും സർക്കാരിനോട്, അല്ല മേലുദ്യോഗസ്ഥരോട്. അപ്പൊ മേലുദ്യോഗസ്ഥർ പറയും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും തരാൻ പറ്റൂല, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കേസ് വിട്ടുകളയാൻ, അങ്ങനെ എന്തോ ആ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് കേരള പോലീസിൽ ഇപ്പൊ അന്യ സംസ്ഥാനത്തൊരു പ്രതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ എടുത്തു തരുമോ പോയി പിടിക്കാനായിട്ട്? ഫ്ലൈറ്റിൽ എമർജൻസി ആയിട്ടുള്ള സംഭവങ്ങളില് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ട്രെയിനിലായാലും ഫ്ലൈറ്റിലായാലും ചിലപ്പം മണിക്കൂറുള്ള ചിലപ്പം അയാൾ അവിടെ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവരെ ട്രാക്ക് ചെയ്യുമ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഓക്കെ ആക്കി തരാറുണ്ട്. സിനിമയില് ആ ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ടാണ് അവര് ഇവൻ നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ആ രാജസുമോ എടുത്തോണ്ട് പോകണം. ആ ഫ്ലൈറ്റ് കിട്ടിയിരുന്ന കഥയില്ലല്ലോ. കണ്ണൂർ സ്ക്വാഡ് ഇല്ല, പിന്നെ ആ സ്ക്വാഡേ ഇല്ല. കണ്ണൂർ എയർപോർട്ട് പോലും ഉണ്ടാവൂല. അതാണ് പ്രശ്നം.
ഇത് ഉള്ളത് കൊണ്ട് സംഭവിച്ചു. ചേട്ടാ ഈ കാക്കിയിട്ട് ചേട്ടൻ ഒരു നല്ലൊരു ക്രൗഡഡ് പ്ലേസിൽ പോവാണെന്ന് വിചാരിക്കാം. അപ്പൊ കിട്ടുന്ന ഒരു റെസ്പെക്ട്, ഒരു പേടി. ഇപ്പൊ ഒരു സിനിമാ നടനായിട്ട് അതേപോലെ നമ്മൾ ചിന്തിക്കുക, ഒരു ക്രൗഡഡ് പ്ലേസിൽ പോവാം. ഏതായിരിക്കും ചേട്ടൻ ഇപ്പൊ ഫീല് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? എനിക്ക് ഞാൻ അത് വേറൊന്നുമല്ല, ഞാൻ ഇത്രയും കാലം ഞാൻ സിനിമ എന്നുള്ളതിലേക്ക് നടന്നെങ്കിൽ എന്റെ ജീവിതം കൊണ്ടുപോയത് എന്റെ പോലീസ് ജോലിയാണ്. എന്റെ കാക്കി തന്നെയാണ് എന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ എന്റെ കാക്കി തന്നെയായിരുന്നു. ഞാൻ 17 കൊല്ലം അടുപ്പിച്ച് ഞാൻ ജോലി ചെയ്ത ആളാണ്. ഇതിനിടയ്ക്ക് ഞാൻ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ആഹാരം എനിക്ക് തന്നിരുന്നത് എന്റെ ജോലിയാണ്. എനിക്ക് ഒരിക്കലും അത് ചെറുത് മറ്റേത് വലുത് എന്നുള്ളതില്ല. അല്ല അതല്ല, ചെല്ലുമ്പോ ഉള്ള ഒരു ഫീല് എങ്ങനെയാണ് ആക്ച്വലി? മറ്റേതാകുമ്പോ നമ്മൾ രണ്ടും സ്ഥലത്തും ചേട്ടൻ പോയിട്ടുണ്ട്. അത് ഞാൻ പറയാം. അതൊരിക്കലും ഞാൻ ഒരു സിനിമാക്കാരനായിട്ട് പോകുന്നതിനാണ്. കാര്യം ഒരു ക്രൗഡിൽ പോലീസുകാരനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരിക്കലും നമുക്ക് വേറൊരു മൂഡല്ല, ആ ക്രൗഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഞാനൊരു സിനിമാക്കാരനായിട്ട് 10 പേര് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ മൊമെന്റിൽ പോകുമ്പോഴത്തേക്കും പോലീസ് എന്നെ മീൻസ് ഇതിന്റെ ഇടയിൽ പെടാതെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് രണ്ട് തരത്തിലുള്ളതാണ്. ഇപ്പൊ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴത്തേക്കും യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരാളിന് ഒരിക്കലും മറ്റു കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധ ഉണ്ടാവില്ല. പോലീസ് കൂടെയുള്ള ആൾക്കാരുടെയും അവിടെ നിൽക്കുന്ന ആൾക്കാരുടെയും സുരക്ഷയും ഇവരെ സേവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമാക്കാരൻ ഏതൊരാളായാലും അവർക്ക് കിട്ടുന്ന കുറേ പ്രിവിലേജുകളുണ്ട്. അത് മീൻസ് അവരൊരു സെലിബ്രിറ്റി ലൈഫിലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് ആൾക്കാർക്ക് എപ്പോഴും റീച്ച് ആവാത്ത ആൾക്കാരൊക്കെ അല്ലേ ഈ സിനിമയുടെ വിട്ടത്തിൽ നിൽക്കുന്നവർ. അവരുടെ ജോലി എന്നുള്ള സിനിമയെ ചെയ്യലാണ്. അല്ലാതെ ഒരു പബ്ലിക്കിനിടയിൽ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ഒരു കൗതുകമാണ്. അപ്പോൾ അത് വേറൊരു തരം നോട്ടമാണ്. അപ്പൊ അത് രണ്ടും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് തരത്തിലുള്ളതാണ്. ചേട്ടൻ പറഞ്ഞതിൽ എനിക്ക് കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, സിനിമയില് പോലീസ് വേഷം ചെയ്യുന്നതുകൊണ്ട് താങ്കൾക്ക് ഇപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പമാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചേട്ടന് നേരെ തിരിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് നല്ല ഡിഫറൻസ് ആണ് റിയാലിറ്റിയും സിനിമയിലെ പോലീസിങ്ങും തമ്മിൽ. സോ ഇറ്റ് വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ് ഫോർ മീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എന്താണ് കേട്ടോ മെയിൻ ഇപ്പൊ പല സിനിമകൾ, ഇപ്പൊ റോന്ത് അങ്ങനത്തെ സിനിമകളിലൊക്കെ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന പോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ മെയിൻ ഇതെന്തായിരിക്കും ലൈക്ക് രണ്ടും തമ്മിലുള്ളൊരു ഒന്ന് പോലീസിങ്, നമ്മുടെ റിയൽ പോലീസിങ്ങില് സ്പേസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കൊരു ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ട്. അതല്ല പോലീസ് ഒരു നമ്മുടെ ഒരു ഫ്രെയിമിനകത്ത് ചെയ്യുമ്പോൾ ഒരു പോലീസുകാരന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് പോലെ അല്ല ഒരു ഫ്രെയിമിലുള്ള പോലീസുകാരന് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു. നമുക്കൊരിക്കലും ഞാനൊരു സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് എനിക്ക് ആ ഒരു സംഭവം എനിക്ക് ഒരിക്കലും ഒരു ലൊക്കേഷനിൽ ഒരു ഫ്രെയിമിൽ കാണിക്കാൻ പറ്റില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു അതിനൊരു പരിമിതി കുറേ ഉണ്ട്. അതേപോലെ എടുത്തു വെച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു വൈഡില് പോകുമ്പോഴത്തേക്ക് ഒരു സ്റ്റേഷൻ നന്നായിട്ട് കാണിക്കാൻ, കാര്യങ്ങളെല്ലാം കാണിക്കാം. പക്ഷെ ഒരു പോലീസിങ് മൊത്തത്തിൽ കാണിക്കുമ്പോഴത്തേക്ക് സിനിമയിൽ ഭയങ്കര പരിമിതി ഉണ്ട്. അതങ്ങനെയാണ്. ഒരിക്കലും എൻ്റെ ഉള്ളിലെ പോലീസുകാരനെ ഞാനെന്ന് പറയുന്ന പോലീസുകാരനെ അല്ല ഞാനൊരു സിനിമയിൽ കാണിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുന്ന ക്യാരക്ടറിന് അവർ എഴുതി വെച്ച സ്വഭാവമുള്ളത്. ആ സ്വഭാവത്തെ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനല്ല, അതൊരു ഏതൊരു ക്യാരക്ടർ ചെയ്താലും അതിലേക്ക് മാറാനാണ്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന ആളെ അല്ല DSRയിലെ ആള്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ മര്യാദക്കാരനായിട്ട് ഇരുന്നിട്ടില്ല ആ സിനിമയിലെ ക്യാരക്ടർ പോലെ. കാണുന്ന എന്റെ അടുപ്പുള്ളവർക്ക് പറഞ്ഞത് ഇത് എങ്ങനെ നീ ഒപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത്. നിന്നെ അറിയുന്ന ആരും ഇത് വിശ്വസിക്കില്ല നീയാണ് ഇത് ചെയ്തതെന്നുള്ളത്. അത് നമുക്ക് തരുന്ന ക്യാരക്ടറിനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡയറക്ടർ നമ്മളെ സഹായിച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴാണ് ഓരോ കാര്യം ചെയ്യുന്നത്. പക്ഷെ ഒറിജിനൽ പോലീസിങ്ങും ഈ സിനിമയിലെ പോലീസിംഗും തമ്മിൽ ഒരു വിധത്തിലും എനിക്ക് ഈസി ജോബ് അല്ല ഇവിടുത്തെ പോലീസുകാരനായിട്ട് നിൽക്കുക എന്നുള്ളത്. രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. അതുപോലെ നിൽക്കാൻ പറ്റില്ല. അത് എന്റെ അനുഭവം അതാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ, ഇപ്പം ഈ പല സിനിമാ നടിമാരും പറയണ ഒരു കാര്യമുണ്ട്, ഈ ക്ലോസ് ഷോട്ട് അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. ഇപ്പൊ അഭിനയിച്ച ഈ ഒരു സിനിമയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമയിലായിക്കോട്ടെ, പറഞ്ഞു വെച്ചിട്ട് കുറെ ക്ലോസ് ഷോട്ട് ഇനി ഇപ്പൊ അടുത്ത് വരാൻ പോകുന്ന സിനിമയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ഒക്കെ ഈ ക്ലോസ് ഷോട്ട് വെക്കുമ്പോ എനിക്കിത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഇല്ല, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വൈഡിൽ ചെയ്യുന്നതിനെ നമുക്ക് ക്ലോസില് നമ്മുടെ മുഖത്തോട് ചേർത്ത് വരുമ്പോൾ നമ്മുടെ മുഖം മാത്രമേ ഉള്ളൂ. വൈഡിൽ നമ്മൾ ഇത്രയും പേരിക്കണം ഒറ്റ ഫ്രെയിം പോലെ അല്ല മുഖത്ത് വരും. മുഖത്ത് ശ്രദ്ധിക്കാൻ എന്താണ് ഒരു മില്ലിമീറ്ററിന്റെ പോയിന്റ് നോട്ട് സംഭവം വന്നാൽ പോലും എക്സ്ട്രാ വന്നാൽ അത് അവിടെ പിടിക്കും.
അത്രയും അടുത്ത് ലെൻസ് നമ്മളെ സൂം ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ അതിലിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൺസേൺ ആവുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. എനിക്കത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. അയ്യോ ഞാൻ ചെയ്യുന്ന കൂടി പോലെ ഞാൻ കുറഞ്ഞു പോകുന്നുള്ള ടെൻഷൻ. നമ്മളതൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ മറ്റിടത്ത് എന്താണോ ചെയ്തത്, ഇപ്പൊ ഡയറക്ടർ പറയും കുറച്ചുകൂടി ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചങ്ങിടുക. നമ്മളൊരു റേഡിയോയുടെ മറ്റേ ഇത് മാറ്റി നോബ് ഇങ്ങനെ തിരിക്കുന്നത് പോലെ കൂട്ടിയും കുറയ്ക്കാനുമായിട്ടാണല്ലോ ഡയറക്ടർ ഇരിക്കുന്നത്. പുള്ളി പറയും കുറച്ചുകൂടെ കയറ്റാം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം ഞാൻ ഇങ്ങനെ ആവും. അത്രേ ഉള്ളൂ. അതിപ്പോ ആർക്കായാലും അത് പറ്റുന്നത്. പക്ഷെ നമ്മൾ ഈ കൂടുതൽ കൺസേൺ ആകുമ്പോഴുള്ള ടെൻഷനാണ് എല്ലാരും പറയുന്നത് ക്ലോസ് പാടാണെന്ന് പറയുന്നത്. എനിക്കങ്ങനെ അങ്ങനെ ഒന്നിനെ ഞാൻ പാടായിട്ട് കാണാറില്ല. ഇതെല്ലാം ഒരു ജോലിയുടെ ഭാഗം അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് എനിക്ക് ചെയ്തങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് ഒറിജിനൽ നര തന്നെയായിരുന്നു അല്ലേ? സിനിമയിൽ ഇതേ സെയിം തന്നെയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളിക്കും എനിക്കും ഞങ്ങള് രണ്ടുപേർക്കും ഇങ്ങനെയാണ് നര. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ക്ഷമിക്കണേ. രാഹുൽ ശരിക്കും ചേട്ടനായിരുന്നു ആദ്യം ഈ ഒരു പടത്തിൽ ചേട്ടൻ ഈ വേഷം സജസ്റ്റ് ചെയ്തിരുന്നത്. എനിക്ക് ഈ പടത്തിലേക്ക് ഞാൻ കിട്ടുന്നത് ഇവർ ആക്ച്വലി ഇങ്ങനെ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആരെ നോക്കാം എന്നുള്ള രീതിയിൽ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ മോനുണ്ട് ദിന്നാഥ് പുത്തഞ്ചേരി. ദിന്നാഥ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള. അതെ തന്നെ. അപ്പൊ ദിന്നാഥ് യാദൃച്ഛികമായിട്ട് എന്റെ ഇതുപോലൊരു ഇന്റർവ്യൂ ആ കാണുന്നത്. അത് റീലായിട്ട് ഇങ്ങനെ ഓടുമ്പോഴത്തേക്കും അതില് ഇതുപോലെ ഞാൻ എന്തൊക്കെയോ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുന്ന ഒരു റീലാ. അപ്പൊ അത് 1 മിനിറ്റിന്റെ ഒരു റീൽ ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ പുള്ളി സ്ക്രോൾ ചെയ്ത് പോയിട്ട് തിരിച്ച് ബാക്കിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിക്കൊരു സ്ട്രൈക്ക് ചെയ്തിട്ട് ഇത് ഡയറക്ടർക്ക് അയച്ചു കൊടുത്താൽ അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. പുള്ളി ചീഫൊക്കെയാണ് രാഹുലിന്റെ. അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് നമുക്ക് പുള്ളിയെ നോക്കിയാലോ ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞിട്ടപ്പോഴത്തേക്കും ഓൺ ദി സ്പോട്ടിൽ രാഹുൽ പറഞ്ഞു ഇതെനിക്ക് വർക്കാകുന്ന ആളാണെന്ന് തോന്നുന്നു. പുള്ളി എൻ്റെ അതുവരെ ഒരൊറ്റ പരിപാടി കണ്ടിട്ടില്ല. രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർ. പുള്ളി ആദ്യം കാണുന്നത് ഒരു ഇന്റർവ്യൂ ആ. അതാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു റൂട്ടിലേക്ക് എത്താൻ ഒരു ഇന്റർവ്യൂ ആയാലും മതി. പെർഫോമൻസ് വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തൊരു ഇന്റർവ്യൂ എടുത്തിട്ട് കൊടുത്തു നല്ല പെർഫോമൻസ് ആ ഇന്റർവ്യൂലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യില്ല എന്നൊക്കെ നമ്മളെ ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അറിയാം. ഉറപ്പായിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ പറ്റും. ഒരു പന്തിറങ്ങി എവിടം വരെ പോകുന്നു ഏത് വരെ അപ്പൊ വ്യക്തമായിട്ടും എറിഞ്ഞ. പക്ഷെ 4 ജോലികൾക്കുള്ളിലാണെങ്കിൽ അത് തിരിച്ചടിച്ച് മൂക്കാൻ വേണ്ടി തന്നെ ഒന്ന് കയറുന്നുള്ളൊരു സംഭവം ഉണ്ട് ഒരു പന്തെടുത്ത് എറിയുമ്പോൾ. അപ്പൊ അതിങ്ങനെ കുതിച്ചു വരുന്ന പന്താണോ അത് അവിടെ വീണ് പോകുമെന്നുള്ളത് ഒറ്റ നോട്ടം തന്നെ ഒരു ഡയറക്ടറിന് കിട്ടും. ഈ സിനിമയില് നോക്കുമ്പോൾ പോറ്റി ആ ഒരു ക്യാരക്ടർ നമ്മുടെ ഭ്രമയുഗത്തിലെ മമ്മൂക്കയുടെ കൊടുമൻ പോറ്റി. ആ യൂണിവേഴ്സ് ശരിക്കും ആ യൂണിവേഴ്സില് പറയുന്നുണ്ട് സംഭവം ഇങ്ങനെ കൊടുമൻ പോറ്റിയുടെ ഫാമിലി മെമ്പർ. ശരിക്കും എന്താണ് ആ ബന്ധം എന്ന് പറയാനോ നിങ്ങൾ തമ്മിലുള്ള? ഞങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിന്റെ അറ്റത്ത് പോറ്റി എന്നുള്ളതാണ്. അല്ലാതെ വേറെ ബന്ധമായിട്ട് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു സംഭവം അല്ല. അത് ഉണ്ടാവാം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇതിൽ കുറെ ചോദ്യചിഹ്നങ്ങളുണ്ട് ഈ സിനിമയിൽ. ഉണ്ട് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ഒരുപാട്. അതൊക്കെ നമുക്ക് പിന്നീട് അതിനൊരു സൊല്യൂഷൻ അത് കുറെയൊക്കെ കാണുന്നവന്റെ സ്വാതന്ത്ര്യത്തിൽ വിട്ടേക്കുന്നതാ. എല്ലാ കാര്യവും നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു സുഖം ഇല്ലാണ്ട് വരും എന്നാണ് ഡയറക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോഴും ശരിയാണ്. എല്ലാ കാര്യവും നമുക്ക് നേരിട്ട് തന്നു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് വളരെ ഈസി ആയിപ്പോവും. കുറെ നമ്മൾ ചിന്തിക്കണ്ടേ, കുറെ നമ്മളിങ്ങനെ അന്വേഷിച്ച് പിടിക്കണ്ടേ, കുറെ നമ്മളിങ്ങനെ അതിന്റെ ഒരു പേടി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ കുറെ കാര്യം നമ്മൾ അറിയാതിരിക്കണം. എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഭീകരതയ്ക്ക് ഒരു സുഖമില്ലാതായി ആ കാണുന്ന. 5 വർഷം ഇപ്പൊ ലീവ് എടുത്തിരിക്കുകയാണ്. ഇപ്പൊ എത്ര വർഷമായി? 2 കൊല്ലമായി. ഇനി 3 വർഷം ഗ്യാരണ്ടി. സൂപ്പർ. അനീഷും ഇതുപോലെയാണ് ബിഗ് ബോസില്. 5 വർഷം ലീവ് എടുത്തിട്ടാ. ഗവൺമെന്റ് സർവീസിന് അങ്ങനെ ഒരു മാക്സിമം 5 കൊല്ലം നമുക്ക് എഴുതാൻ പറ്റില്ലല്ലേ? 35 വയസ്സായി. ഇനി പറ്റൂലെന്ന് തോന്നുന്നു. 40 ദിവസം എഴുതാൻ തോന്നല്ലേ? അത് വീട്ടിൽ നിന്ന് എഴുതണം. ആക്സെന്റിന്റെ സംഭവമാണ്. ട്രിവാൻഡ്രം ആക്സെന്റ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. ഞാൻ വേറെ പടം കണ്ടിട്ടില്ല. ശരിക്കും അത് എന്താണ് സംഭവം? ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നത് നമ്മൾ സംസാരിക്കുന്നേ ഉള്ളൂ. ഞാൻ എത്ര ഡീസന്റ് ആയിട്ട് ഇപ്പൊ സംസാരിക്കുന്നു അല്ലേ? പക്ഷെ ആ മറ്റേ കളങ്കാവലിന്റെ ടീസറില് ഞാൻ പറയുന്നുണ്ട്. അത് നമ്മള് അത് ഏത് സിനിമയാണോ ഏത് അതിന്റെ പ്രിമൈസ് എന്താണോ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ന്യൂട്രലാണ്. ഇങ്ങനെ ഞാൻ ന്യൂട്രൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ എന്നാലും വരും കേട്ടോ. നമ്മുടെ തനതായിട്ടൊരു സാധനം ഉണ്ടല്ലോ, അത് ഒന്നുമില്ലെങ്കിലും എന്തരടേ എന്തെങ്കിലും ചോദിക്കണ്ടേ. അതിപ്പം കാസർഗോഡ് എന്നാലും നമ്മളത് ചോദിക്കും. അവിടെ അപ്പോഴും അവര് പിടിക്കും. തിരുവനന്തപുരത്ത് നിന്നാണ്? അല്ല, അവര് തിരുവനന്തപുരം ഒന്നും പറയില്ല, തിരുവനന്തപുരത്ത് നിന്നാണ്.
എന്ന് അവർ ചോദിക്കുന്നത്. അത് നമ്മളവരുമാരെ ആക്കിക്കൊണ്ട് ചോദിക്കുന്നത് സാരമില്ല, കാര്യം നമ്മളോടൊരു ഐഡന്റിറ്റി ആണത്, അത് നമുക്ക് വേണം. അത് വേണ്ടേ? ഉറപ്പായിട്ട് വേണം, നമ്മുടെ ഐഡന്റിറ്റി അത്. പ്രണവ് മോഹൻലാലുമായിട്ട് നല്ല അടുത്ത ബന്ധമാണ് സിനിമയിൽ. പ്രണവിനെ ഒരുപാട് വീക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സിനിമ ഇതില്. എന്താണ് പ്രണവിനെ പറ്റി പറയാനുള്ളത്? ആക്ച്വലി പ്രണവ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു നല്ലൊരു മനുഷ്യനാണ്, ഒരു അടിപൊളി ചിൽ മനുഷ്യനാണ്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു സോണിലാണെങ്കിൽ പുള്ളി ഏറ്റവും ഒരു അടുപ്പമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരോട് ഭയങ്കര ചില്ലായിട്ട് നിൽക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. നമ്മളെ പോലെയൊക്കെ തന്നെയാണ്, ഭയങ്കര രസകരമായിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് കാരവാൻ വേണോ? പുള്ളിക്ക് എനിക്ക് വേണം കേട്ടോ. എനിക്ക് നമുക്ക് അത്യാവശ്യം പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കണമെങ്കിൽ നമുക്ക് ആരും വേണ്ട. അപ്പൊ പിന്നെ എന്തായാലും സ്വാഭാവികമായിട്ട് പുള്ളിക്കും വേണ്ടേ. അപ്പൊ അതിപ്പോ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ. പുള്ളി മറ്റു ആക്ടേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഒരുപാട് അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് ഇപ്പം ഒരു മരത്തിന്റെ മുട്ടി നിൽക്കുമ്പോൾ ഉറക്കം വന്നാൽ പുള്ളി എന്റെ മുട്ടി കിടന്ന് ഉറങ്ങും. അത് പുള്ളി കാരവൻ വരെ പോകാനുള്ള സമയമൊന്നും എടുക്കൂല. ഉറക്കം വന്നു, ഒരു കോട്ട് കിടന്ന് അവിടെ കിടക്കുന്നു. അല്ലാതെ പുള്ളിക്ക് ഒരു സ്പെഷ്യാലിറ്റിയും പുള്ളി ഡിമാൻഡ് ചെയ്യില്ല. പുള്ളിക്ക് ഓവറായിട്ടൊരു സ്പെഷ്യാലിറ്റി കൊടുക്കുന്നതും പുള്ളിക്ക് ഇഷ്ടമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുള്ളി ഒരു സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരനിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊമോഷൻ ഞാൻ കണ്ടപ്പോ ഇന്റർവ്യൂസ് മൊത്തം ചേട്ടനായിരുന്നു കണ്ടത്. പിന്നെ ഈ തിയേറ്റർ വിസിറ്റിൽ ചേട്ടനാണ് പോയിട്ടുള്ളത്. വേറെ ആരും ഞാൻ കണ്ടില്ല, പ്രണവിനെയോ ഡയറക്ടറിനോ ഒന്നും കണ്ടില്ല. ചേട്ടനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് അങ്ങ് പോയതാണ്. എങ്ങനെയാണ്? പ്രണവിനെ വിളിച്ചില്ലേ? എന്താണ്? അല്ല, പ്രണവ് ഷൂട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒന്നാമത് ഇവിടെ അല്ല നിൽക്കുന്നത്. പുള്ളിയുടെ വീട് ഇവിടെ അല്ല. പിന്നെ പുള്ളി എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്ക് കൃത്യമായ ഒരു ഡേറ്റിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ പറ്റുന്ന ഒരാളല്ല. പുള്ളി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. ലോകം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് പോയതായിരിക്കാം. പിന്നെ ഈ പടം ഇറങ്ങിയതിന് ശേഷം അത് ആദ്യത്തെ പ്രിവ്യൂ ഷോവിന് അദ്ദേഹം വന്നിരുന്നു. അത് ഭയങ്കര രസകരമായിട്ട് അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ഒരു സന്തോഷവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം പുള്ളി പോയി. പുള്ളിക്ക് ഈ പറഞ്ഞ ഏതൊക്കെയോ യാത്രകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അങ്ങ് പോകുന്നു. പിന്നെ പ്ലാനൊന്നുമില്ല. പുള്ളി പോയാൽ അവർ വഴി പോകുന്ന ഒരു പരിപാടിയാണ്. ഭയങ്കര രസകരമായ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. വല്ലപ്പോഴും ഈ പറഞ്ഞ പോലെ മെസ്സേജ് ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ, ഒരു നല്ലൊരു മനുഷ്യനാണ്, രസികനായ ഒരു മനുഷ്യൻ. ചേട്ടൻ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടപ്പോ ഇത് കൂവലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇടയിൽ വെച്ച ഭയങ്കര പ്രശ്നം? ഭയങ്കര പ്രശ്നമല്ല. നേരത്തെ മച്ചാൻ പറഞ്ഞതുപോലെ ഭയങ്കര പേടി കൂടിയിട്ടാണെന്ന് തോന്നുന്നു. എന്റെ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്ന ഒരു പയ്യനും പെൺകുട്ടിയും ഇങ്ങനെ വന്നിരുന്നിട്ട് ഭയങ്കര ആദ്യ ഷോയാ, പെയ്ഡ് പ്രിവ്യൂ നടക്കുക. അപ്പോൾ PXL ആണ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ടുകൊടുക്കുക. ഞാൻ ആ സമയത്ത് കാണുന്ന അവിടെ മധുപോറ്റി മാത്രമാണ്, ഞാൻ എന്നെ കാണുന്നില്ല. വളരെ രസകരമായിട്ട് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ രണ്ടുപേരൂടെ ഇങ്ങനെ പോവുക, ഇങ്ങനെ ചരിഞ്ഞ് പോയിട്ട് മൊബൈൽ എടുക്കുന്നു, റീൽ എടുക്കുന്നു, കാണുന്നു. ഇപ്പൊ ഇവര് കണ്ടോട്ടെ, എനിക്ക് സൗണ്ടൊന്നുമില്ല, വെറുതെ നോക്കിയാൽ മതി. ഈ പറഞ്ഞ പോലെ പേടി മാറ്റാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കാം. പക്ഷെ ഇത് വെക്കുമ്പം ഒരു ബ്രൈറ്റ്നെസ് 0 ആക്കണം. ബാക്കിൽ ഞാൻ ഇരിക്കുന്ന ഞാൻ ഇങ്ങനെ നോക്കാൻ പോകുമ്പോഴും ഈ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്തു, ഭയങ്കര ഒരു സീരിയസ് സീൻ ഇങ്ങനെ നടക്കുക. എനിക്കിങ്ങനെ ദേഷ്യം വന്നിട്ട് ഞാൻ എൻ്റെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന പയ്യന്റെ തോളത്ത് കഴിച്ചിട്ട് ഹലോ എന്നും പറഞ്ഞിട്ട് പുള്ളി ഒരു ഏറ്റവും വിളിയാ. ഞാൻ പറ അയ്യോ ഞാൻ പേടിച്ചു പോയി. പുള്ളി അങ്ങ് പേടിച്ചു പോയി. ഇത്രയും സീരിയസ് സീനിൽ പുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെ നോക്കുന്നു, മൊബൈൽ നോക്കുന്നു, വീണ്ടും പുള്ളിക്ക് കാണണമെന്നുണ്ട്. അപ്പോഴാണ് കൈ ഇവിടെ വന്നിരുന്നു, കയ്യിന്ന് പോയി പുള്ളിയുടെ. ഞാൻ അപ്പൊ എന്നിട്ടോ പുള്ളി തിരിഞ്ഞു നോക്കിയപ്പം ആ പോറ്റി ഇതേ ബാക്കി ഇരിക്കുന്നത് പുള്ളി ഇതിലിരിക്കുക. അപ്പൊ ഞാൻ പറയും ബ്രോ ആ ലൈറ്റ് ഒന്ന് കുറയ്ക്കാമോ, സോറി. സ്ക്രീനിൽ നിന്ന് ഇറങ്ങി പുറകിലിരിക്കുന്ന സെയിം ആള് അവിടെ കണ്ട ആള് പേടിപ്പിച്ചോണ്ടിരിക്കുമ്പോ തൊട്ട് പുറയുന്ന അതേ ആളൊന്ന് വിളിക്കുന്നത്. പുള്ളി മറ്റേ ആകെ കിളി മാറിയിട്ടേ അവസാനം പടം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നേട്ടാ വയ്യ, ഞാൻ ഇനി ഒരു ജീവിതത്തിൽ ഞാൻ പടം കാണാൻ പോകൂല, എസ്പെഷ്യലി ആർട്ടിസ്റ്റിലുള്ള പടത്തിന് ഒട്ടും പോകൂലെന്ന്. അവിടെ കാണാൻ സഹിക്കാം, ഈ പുറകെന്ന കൊത്തി ഇങ്ങനെ പിടിച്ച ആരായാലും വീണ് ചത്തു എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒരു അനുഭവം കേട്ടോ. ഈ സിനിമയിൽ എനിക്ക് കിട്ടിയത് എല്ലാവരും അനുഭവം. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും കുറെ അധികം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ? ജീവിത കഥകള് അച്ഛൻ അന്വേഷിച്ചായിട്ട് പറയണം, അമ്മ അന്വേഷിച്ചിട്ട് പറയണം, അച്ഛനെ സ്പെഷ്യലി. തീർച്ചയായിട്ടും. എന്തായാലും താങ്ക് യു ചേട്ടാ. ഇത് വലിയൊരു തുടക്കമായി മാറട്ടെ ആണ്. എന്തായാലും ഇപ്പൊ തുടക്കത്തിൽ വന്നു. അതെ, തുടക്കം ലാലേട്ടന്റെ മകളുടെ പടത്തില് അതിൽ നല്ലൊരു ക്യാരക്ടറാണ്. അതെ, എനിക്ക് ഞാൻ ഈ പറഞ്ഞ ഇതും കൂടെ പറയാം. വേറൊന്നുമില്ല, എനിക്ക് 2 തരത്തില് 2 സമയത്ത് ഏറ്റവും ആൾക്കാരിലേക്ക് റീച്ച് തന്നത് മമ്മൂക്കയും ലാലേട്ടനോട്. എങ്ങനെയാന്ന് വെച്ചാൽ 2022-23 കാലഘട്ടത്തില് ഫോൺ പേയുടെ വെർഷൻ ദുൽഖറിനോടൊപ്പം ചെയ്യുമ്പോഴാണ് ആൾക്കാരിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് എത്തുന്നത്. 1
2 ഇപ്പോ പ്രണവിനോടൊപ്പം. നോക്കുമ്പോഴത്തേക്കും ലാലേട്ടനും മമ്മൂക്കാണല്ലോ ബേസിക്കലി ഇവരുടെ. അപ്പൊ എനിക്ക് 2 തവണയും എനിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് റീച്ച് ആവാൻ സഹായിച്ചത് ബേസിക്കലി ആ ഫാമിലി, ഇവർ രണ്ടുപേരുടെ ഫാമിലിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതൊരു ഭയങ്കര ഒരു എന്താ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹം പോലും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യം കൂടെ അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കണേ. ചേട്ടനിപ്പം മിഖായേൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെ. ആ സിനിമ നടക്കുമ്പം ഇതുപോലെ മാർക്കോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുമെന്ന് പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ ആ സെറ്റിൽ എവിടെയെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ഇല്ല. പക്ഷെ മാർക്കോ അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഹനീഫ് അനി അദ്ദേഹം ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു പരിചയമില്ലാതെ എനിക്കൊരു വേഷം തന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഞാൻ വേറെ 1-2 കാര്യങ്ങളിൽ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്റെ ഈ സിനിമയോടുള്ള കൊതി കണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ പടത്തില് എനിക്കൊരു വേഷം തന്നു. അതും പ്രിയപ്പെട്ട മമ്മൂട്ടി സാറിന്റെ കൂടെയാണ് തന്നത്. ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ആദ്യ സീൻ തന്നെ അദ്ദേഹത്തോടൊപ്പം ഒക്കെ ആയിരുന്നു. അപ്പൊ കുറെ ഡയലോഗൊക്കെ പറഞ്ഞുള്ള ഒരു ക്യാരക്ടർ. അപ്പം അന്ന് പക്ഷെ ഈ മാർക്കോയില് ഈ മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിലില്ല. അതില് വില്ലൻ വേറെയാണല്ലോ വരുന്നത്. അപ്പോ ആ കഥയില് വന്ന ആർക്കും ഇതിലേക്ക് വരാൻ പറ്റില്ല. ഈ മാർക്കോ എന്നുള്ള പേര് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. മാർക്കോ എന്നുള്ള പേര് മാത്രമേ പറയുന്നുള്ളൂ. ആ മാർക്കോ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ കാണിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ അവിടെ ആയിപ്പോയി, മറ്റേല് വന്നു പോയതുകൊണ്ട്. അതുകൊണ്ടാണ് എനിക്ക് മാർക്കോയില് എന്നോട് അനുഭവം പറഞ്ഞു, എങ്ങനെ എടുത്ത് വെക്കും, മറ്റേടത്ത് വന്നതുകൊണ്ട് ഇവിടെ എടുത്ത് വെക്കാനും പറ്റില്ല. ക്രൂഡ് മനുഷ്യനെ കൂടെ നമുക്ക് കാണാം. ഇനി ആരോട് അഭിനയിക്കണമെന്നാണ് ഇഷ്ടം? എനിക്ക് ഇനി എല്ലാരോടും അഭിനയിക്കണമെന്നാണ് എന്റെ ഇഷ്ടം. അങ്ങനെ പ്രത്യേകിച്ച് തമിഴില് കാണാൻ പറ്റുമോ? കാണണം എന്നാണ് എന്റെ ആഗ്രഹം. അത് സാധിക്കട്ടെ, അതൊരു തുടക്കമായി മാറട്ടെ. അതെ. അപ്പൊ എല്ലാം നന്നായി വരട്ടെ ഏട്ടാ. വിളിച്ചോടോ ഓടിയെത്തി. പാതിരാത്രിയാണ് നമ്മൾ പോഡ്കാസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പാവങ്ങളുടെ നമ്പർ 1 പോഡ്കാസ്റ്റിലേക്ക് വന്നതിൽ സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പോഡ്കാസ്റ്റ്? അടിപൊളിയിൽ വെച്ചാണ്. നമ്മള് ഈ പറഞ്ഞില്ലേ, നമ്മള് വളരെ യാദൃച്ഛികമായിട്ടൊക്കെ പരിചയപ്പെട്ട് ഭയങ്കര കൂട്ടായവരാണ്. അപ്പൊ ഞാൻ ഇതിന്റെ തന്നെ കുറച്ച് ദിവസം മുന്നേ എന്നെ പുള്ളി വിളിച്ചതാ. പടം ഇറങ്ങുന്ന സമയത്തെ വിളിച്ചാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എറണാകുളത്തായിരുന്നു. അവിടെ കുറെ പ്രൊമോഷൻ പരിപാടികളും കാര്യമൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. രാവിലെ ഇനി കിട്ടില്ല, അതാണ് വിളിച്ചത്. അടുത്ത പടം കൂടെ പിന്നെ നോക്കണ്ട. അങ്ങനെയൊന്നുമില്ല. എന്തായാലും എന്തായാലും നല്ലതായിട്ട് വരും തന്നെ വിചാരിക്കാം. കാര്യം കളങ്കാവലിന് ശേഷം ബബ്ബ വരുന്നുണ്ട്. അപ്പൊ അതിലും മോശമില്ലാത്തൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോ ഈ പറഞ്ഞ പോലെ തുടക്കം നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. കുറെ നല്ല പടങ്ങളിലേക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മളെ വിളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട്, മീൻസ് ഡേറ്റും കാര്യമൊക്കെ ചോദിച്ചിട്ട്, അതെല്ലാം ഈ പറഞ്ഞ ലൈനപ്പിൽ നല്ലതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു തുടക്കം കിട്ടേണ്ടതാണ്. അങ്ങനെ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ. അതെ. അങ്ങനെ മച്ചാനുമായിട്ട് പരിചയപ്പെട്ടാണ്. ഇപ്പം അന്ന് വിളിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും ഞാൻ അവിടെ പെട്ടോട്ട് ഞാൻ പറയും, ഒരിക്കലും ഞാൻ ടൈം പറയാം. ഒന്ന് തൊണ്ട പോയി കിടക്കുകയാണ്, എടാ ഞാൻ വന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചിട്ട് ഞാൻ പറയാം എപ്പോഴാണെന്നുള്ളത്. സോ ഞാൻ ഇന്നലെ രാത്രി എത്തി. ഇന്നലെ രാത്രിയാണ് ഞാൻ എത്തുന്നത്. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതാ ഇന്ന് എത്തുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നാളെ തന്നെ പിടിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്ക് 10:30 ആയിട്ടൊക്കെ പ്രശ്നമുണ്ടോ രാത്രി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം, സിനിമാക്കാരങ്ങനെ രാത്രി ഇന്ന് പകലൊന്നുമില്ല. ഏത് സമയവും ചെയ്യാൻ അവര് ഏത് ഷൂട്ടിലും നിൽക്കാൻ പ്രാപ്തരാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇവിടെയും ചെയ്യുന്നത് ക്യാമറയുടെ മുമ്പിലല്ലേ. നമുക്ക് ക്യാമറയുടെ മുമ്പിൽ മാക്സിമം ടൈം നിൽക്കുക എന്നുള്ളതാണ് എന്റെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. സോ ഇവിടെ ബാർബിക്യൂ സ്പേസിൽ നമ്മളെ വിളിക്കുന്നു, വരുന്നു, നല്ല ഗംഭീരം ഫുഡ് തരുന്നു, വായിലുള്ള വെള്ളം കളയും തോറും ജ്യൂസ് തരുന്നു, വെള്ളം തരുന്നു, ഇങ്ങനെ പറയിപ്പിക്കുന്നു. ഇതെല്ലാം പറഞ്ഞ് നല്ല ആംബിയൻസ് ഉള്ള കിടിലം സ്പേസ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഗംഭീര സ്പേസ്, കിടിലം ഫുഡ്. എനിക്ക് ഒരു കാര്യം ചേട്ടൻ പറഞ്ഞത് എനിക്കിന്ന് ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. ലൈക്ക് ഒരു സിംപ്ലിസിറ്റിയുടെ ഒരു കേസാണ്. ചേട്ടനൊരു ഒരാൾ ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ലൈക്ക് ഒരു ടാർഗറ്റ് അച്ചീവ് പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വരും. അപ്പൊ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കി. അതിന് ടാർഗറ്റ് എന്തെങ്കിലും വെച്ച് ചിന്തിച്ചാലല്ലേ നമുക്ക് അങ്ങനത്തെ ഒരു വിഷമം വരത്തുള്ളൂ. ദാറ്റ് വാസ് റിയലി നൈസ് കേട്ടോ. കാര്യം ഇത് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പോയിട്ട്. കാര്യം എനിക്ക് സിനിമയാണ് ജീവിതം, ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതില്ല. ബട്ട് എപ്പോഴും സിനിമ വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇന്ന സമയത്ത് എനിക്ക് ഇന്നതാവണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. എനിക്കൊരു സമയത്തിനകത്ത് ഞാൻ ഇത് ആവണം എന്ന് വെച്ച് വിചാരിച്ചിട്ട് അതായില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ നിരാശയിൽ പോകുന്നത്. എനിക്കെന്നും സിനിമ തന്നാൽ മതി, എനിക്ക് കിട്ടിയാൽ മതി, എനിക്ക് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇന്ന സമയത്ത് ഇന്ന ചെയ്യണമെന്നില്ല. ചോദിക്കാൻ ഒരു മടിയില്ല. ചോദിക്കുക, വാങ്ങിക്കുക, കൊണ്ടുപോവാ. അടിപൊളി. സെറ്റല്ലേ?